ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി പാട്ട് വിശേഷത്തിലെ മനോഹരമായ പാട്ടുകളിലേക്ക് നമുക്ക് പോകാം. മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ട ഗാനങ്ങളുമായി നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ഗായികമാരാണ് എത്തിയിരിക്കുന്നത്. ഷീല മാമും ഉഷ മാമും. മഴ വളരെ സന്തോഷകരമാണെങ്കിലും അത് സന്തോഷകരമായി തന്നെ നമ്മളോട് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പാട്ടുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഷീല മാമിനെയും ഉഷ മാമിനെയും. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മ്യൂട്ടാണ്, കറക്റ്റ് ആണോ? ഞങ്ങൾക്ക് ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് അവസരം തന്ന സാബു സാർ, പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഗായകർ, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ, എല്ലാവരും ഗായകർ തന്നെയാണ്. ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുക എന്നതിലുപരി പിന്നെ ഇത് ഒരു കുടുംബ സംഗമ ഗായക സംഘമായിട്ട് മാറ്റുന്നതിനും നമുക്ക് കഴിയും എന്നു തെളിയിച്ചു കൊടുക്കണം സാബു സാറിന്. ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും പാടി ഈ പാട്ടുകൾ ആസ്വദിക്കാം. ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ സ്വരത്തിൽ ആ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഒന്ന് ആസ്വദിക്കുന്നതിനും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. ഇന്ന് മഴയെക്കുറിച്ചുള്ള പാട്ടാണ്. കാരണം ഇപ്പോഴത്തെ സീസൺ അതായത് കൊണ്ട് മഴയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. കാരണം നമ്മൾ വളരെ കൊതിച്ചിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മഴയൊരു കൂടുതലാകുമ്പോൾ നമ്മളതൊരു ശല്യമായി ഉള്ളിൽ കരുതാറുണ്ട്. എങ്കിൽ കൂടി മഴ വേനൽക്കാലത്ത് ഒരു മഴ കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ നാട്ടിൽ മഴ കിട്ടിയോ, എന്റെ നാട്ടിൽ മഴ കിട്ടിയില്ല എന്ന് പറയുന്ന ആ ഒരു ദുഃഖം മാറ്റി തരുന്നതിന് വേണ്ടി പ്രകൃതി നമുക്ക് കനിഞ്ഞരുളി തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളവും മഴയും വളരെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ മഴയെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ മഴക്കാലത്തെ വരവേൽക്കാം. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യത്തെ ഇഷ്ടഗാനമായിട്ട് നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ നാടിനെ കുറിച്ചും നാട്ടിലെ ഓർമ്മകളെ കുറിച്ചുമുള്ള ഒരു ഗാനമാണ്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. മലയാളികൾ ഉള്ള കാലത്തോളം ഇനി എത്രയൊക്കെ ദൂരത്താണെങ്കിൽ പോലും അവരുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന വരികളാണ് എപ്പോഴും ഇതൊരു ആദ്യത്തെ ഗാനമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് 1970 പി ഭാസ്കരൻ മാഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായ ഒരു തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. പി ഭാസ്കരൻ മാഷ് തന്നെയാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. രാഘവൻ മാസ്റ്ററിന്റെ സംഗീതത്തില് KJ യേശുദാസ് സാറാണ് ഇതിൽ പാടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഒരു പാട്ടിലേക്ക് പോകാം. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പിന്നെ വിദേശത്ത് നിൽക്കുന്നവർക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടൊരു ഉള്ളൊരു ഗാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിനെ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഈ ഗാനം ആദ്യം തന്നെ തിരഞ്ഞെടുത്തത്. ഇതിൽ മഴയെന്ന് പറയുന്ന കാര്യം ഇതിലില്ല എങ്കിൽ കൂടി മണ്ണുണ്ട് എന്നുള്ളതാണ്. മണ്ണ് നനയുന്നതിന് മഴ വേണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് ആദ്യം സെലക്ട് ചെയ്തത്. അതും കേരളത്തിന്റെ വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന കേരളത്തെ കുറിച്ച് വിദേശത്ത് നിൽക്കുമ്പോൾ ആണ് ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് പാടാം. ഞാനൊരു 4 വരി പാടും, അതിന്റെ ബാക്കി ഓരോരുത്തരായിട്ട് പാടുമെന്ന വിശ്വാസത്തോടു കൂടി. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളി കൂടുപോലുള്ളു 4 കാലോലപ്പൂരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അടുത്ത വരികൾ പ്രിയപ്പെട്ടവർക്ക് പാടാം. ഷാബു സാറിന് പാടാമല്ലോ. ഷീല മേഡം, അത് പല്ലവിയും കൂടി അനുപല്ലവിയും കൂടി ഒന്ന് പാട്, അതിനുശേഷം പാടാം മറ്റുള്ളവരൊക്കെ. അറിയാത്തവർക്കായിട്ടേ അനുപല്ലവിയും കൂടി ഒന്ന് പാടിക്കോളൂ കേട്ടോ.
നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അടുത്ത വരികൾ വന്നിട്ടില്ലല്ലോ സാറേ. ഇത്ര വരികളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ആണല്ലേ? ആ, ഓക്കെ. ശോഭ സാറേ, ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു ഒരു പാട്ടങ്ങ് തുടങ്ങും. നേരത്തെ ഇവരെല്ലാം മേഡം എല്ലാം പറഞ്ഞ പോലെ മലയാളികളുടെ നൃത്തം നിറഞ്ഞ ഒരു ഗാനമാണിത്. പുറത്തു 60കളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയ ബോംബെയിലേക്കും ഡൽഹിയിലേക്കും കൽക്കത്തയിലേക്കും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലേക്കും കുടിയേറിയ മലയാളികൾ അവരുടെ നാടിനെ ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്ന ഒരു പാട്ട് തന്നെയാണിത്. അതുപോലെ തന്നെ അവരുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ട്രെയിനിലേക്ക് ഇങ്ങനെ ട്രെയിനിൽ കയറി ഇങ്ങനെ നാട്ടിലേക്ക് വരുമ്പോ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പാലക്കാട് എത്തുമ്പോ ആ പച്ചപ്പിന്റെ ആ ഒരു മണമൊക്കെ അവരുടെ മനസ്സിൽ തട്ടുമ്പോൾ ഈ ഗൃഹാതുരത്തിൽ മുണർന്ന ഈ പാട്ട് തന്നെ എത്രത്തോളം ഭാസ്കര മാഷ് അതൊക്കെ മനസ്സിൽ കണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ലോങ് ഷോട്ട് വരുമ്പോ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങാഴി മണ്ണുണ്ട്. അത് വളരെ കൃത്യമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ പിക്ചറൈസേഷൻ തന്നെ അത് വലിയൊരു ലോങ് ഷോട്ടിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മിഡിൽ ഷോട്ടിലാണ് അവിടെ എനിക്ക് നാരായണക്കിളിക്കൂട് പോലെയുള്ള ഒരു വീടുണ്ട് എന്ന് പറയുമ്പോ അത് ഒരു മിഡിൽ ഷോട്ടിൽ വരുന്നു. പിന്നെ അവിടെ ഒരു പെണ്ണിന്റെ കാര്യം പറയുന്നില്ലേ ഇതില്, എന്നെ കാത്തിരിക്കുന്ന ആ കാത്തിരിക്കുന്ന പെണ്ണ് വരുമ്പോ അത് ക്ലോസപ്പിലേക്ക് വരും. അപ്പൊ എത്ര രസകരമായിട്ടാണ് അതിന്റെ പിക്ചറൈസേഷനും അതിന്റെ ചിത്രീകരണവും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അടികളും. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോല പൂരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ, താങ്ക് യു. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കുന്നൊരു വാഴക്കൂമ്പ് പോലൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പാട്ടെ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അത് നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലക്കൂരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴി
മനോജ് സാറ് പാടിയില്ല. സാറേ പാടാൻ പറ്റിയൊരു പാട്ടാ. ആ, അതെ അതെ അതെ. പക്ഷെ എനിക്ക് പറയാനുള്ളതിനകത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പ്രവാസികളുടെ കാര്യമൊക്കെ. പ്രവാസിയല്ല എങ്കിലും അതെ അതെ, ഇത് വളരെ ഒരു നൊസ്റ്റാൾജിക് പാട്ട് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഷാബു സാറ് അതിന്റെ പിക്ചറൈസേഷൻ അടക്കം പറഞ്ഞു. ഇത് നമ്മുടെ സത്യൻ മാഷാണെന്ന് തോന്നുന്നില്ലേ ഇതിനകത്ത് അഭിനയിച്ചത്, അല്ലേ? അതെ 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 പട്ടാളക്കാരൻ. അല്ലേ, അതെ പട്ടാളക്കാരനല്ലേ? അതെ അതെ, ട്രെയിനിൽ വരുന്ന സീനൊക്കെയാണ് ഷാബു സാറ് പറഞ്ഞത്, അല്ലേ? അതെ. ട്രെയിനിൽ അതെ. വരുന്ന മറ്റ് വിദേശത്തുള്ളവര് നമ്മള് യാത്ര ചെയ്യുമ്പോൾ പട്ടാളത്തിലൊക്കെ നിൽക്കുന്നവർക്കാണ് ഈ പാട്ട് അന്നത്തെ കാലത്ത് ഏറ്റവും നൊസ്റ്റാൾജിക്. അതെ, പ്രത്യേകിച്ചും നമ്മൾ ഈ നാട് വിടുമ്പോഴേ നമ്മുടെ നാടിന്റെ മഹത്വവും ഇതൊക്കെ അറിയുള്ളല്ലോ. നാട് വിടുന്നത് സത്യം. തന്നെ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത്ര മനോഹരമായ ഒരു നാട് വിട്ടിട്ടാണല്ലോ ഞാൻ പരദേശിയായി. അതെ, പരദേശിയായിട്ട് ഞാൻ അലയാൻ തുടങ്ങിയിട്ട് തന്നെ കൊല്ലങ്ങളായി. അപ്പൊ പലപ്പോഴും എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് സന്ദർഭത്തിനനുസരിച്ച പാട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും പാടി കാരണം ഇനിയിപ്പോ അത് റിപ്പീറ്റേഷൻ ആവുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് സാബു സാറ് പോവാം. എൻ്റെ ഒരു പ്രിയപ്പെട്ട പാട്ട് കേട്ടോ. അപ്പൊ ഞാൻ നാലുപേര് പാടും. സാബു സാറേ. അല്ല, ഇതിന്റെ അടുത്ത വരികൾ എൻ്റെ കയ്യിലുണ്ട് സാറേ, ഞാനൊന്ന് പാടിക്കോട്ടെ. പാടിക്കും. പാടും. തീർച്ചയായിട്ടും പാടണമല്ലോ. ആദ്യത്തെ 4 വരി പാടിയിട്ട് പിന്നെയുള്ള 2 വരി പാടാം. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. വലിയ പെരുന്നാള് വന്നപ്പോൾ ഒന്നൊരു വെള്ളിനിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നു ഉള്ളു തുറന്നതിൻ ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നീറുന്ന കണ്ണുമായി നിന്റെ കിനാക്കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും. ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്നു മുറ്റത്ത് നീന്നും. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ സാർ. ഓക്കെ, ഇനി പാടാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടിക്കോളൂ കേട്ടോ. അടുത്ത പാട്ടുകളൊക്കെ എത്ര ഈസി ആയിട്ട് പാടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യൂ. ഗോകുമാർ സാറുണ്ട്, സ്നേഹലത മാം ഉണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നോമ്പും അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൂ നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ള ഒരു പെണ്ണുണ്ട്. ചാമ്പയ്ക്കാറ്റുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. താങ്ക് യു സാർ. വേറെ ആരെങ്കിലും പാടുന്നോ? അനിൽകുമാർ സാർ. അടുത്ത സാറേ, അടുത്ത പാടില്ല. പോട്ടെ, അടുത്ത പാടില്ല. നമ്മുടെ ഉഷമാം എന്തേ പാടിയില്ലല്ലോ? ഇല്ല, ഞാൻ പാടിയില്ല. പാടും. പാടിക്കോളൂ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു
നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു ആലുകാലോലപ്പുരയുണ്ട്. ആലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. സാബു സാറ് പാടുവോ ബാക്കി? ആ. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ള പെണ്ണുണ്ട്. ചമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളി കൂടുപോ നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും, വേറെ ആരെങ്കിലും? രാജു സാറുണ്ട്. ഈ വരികളൊക്കെ കേൾക്കുമ്പോ കൊതിയാവുമല്ലോ സാറേ. ഇങ്ങനത്തെ പെൺപിള്ളേരൊക്കെ ഉണ്ടോ സാറേ ഇപ്പൊ? പഴയ പാട്ടല്ലേ. ഗോപകുമാർ സാർ അവിടെ? ഗോപകുമാർ സാർ ഒരു 2 വരി. രാജു സാർ കേൾക്കുന്നില്ലേ? ഓക്കെ, എന്നാ അടുത്ത പാട്ടിൽ പോവാണേ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാല് കാലുള്ള പുരയുണ്ട്. യെസ് യെസ്, അത് സത്യത്തിൽ അങ്ങനെ നാളികേരത്തിന്റെ നാട്ടിൽ ഈ പറയുന്ന മണ്ണുള്ള എല്ലാവരും പാടണം കേട്ടോ. അതെ. ആ, അല്ലാതെ സൂത്രത്തിൽ പാടാതിരിക്കരുത്. സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയണം. നമ്മുടെ മണ്ണ് അങ്ങനെയായിരുന്നു, നാട് അങ്ങനെയായിരുന്നു. നാട്ടില് പിന്നെയാണല്ലോ നമ്മളെ കാത്തിരിക്കാൻ. നമ്മുടെ അനിൽകുമാർ സാറും കൂടെ ഒന്ന് പാടും. അപ്പൊ സാറ് പാടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ സാറ് ഫ്രീ ആണോ? നോക്കാം. ആ, രണ്ടുപേരും പാടാം. ആദ്യം പാടിയിട്ടില്ല, നല്ല പാട്ട് ഇഷ്ടപ്പെട്ടതാണ്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോല പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. യെസ്. ഓക്കെ. ഓക്കെ, അടുത്ത പാട്ട്. നന്നായിട്ട് പാടി. താങ്ക് യു സാറേ, ഇനി സാറേ ആ രാജു സാറ് പാടുന്ന സാറാണല്ലോ സാറേ. ആ, കുഴപ്പമില്ല, സാറ് വന്നോളൂ, പാടിക്കുക. അടുത്തെടുത്തു. സെക്കൻഡ്. മഴ പെയ്താൽ ചോരുന്ന വീടുള്ള മേലെ മാനത്തെ നീലിപ്പുലയി പെണ്ണിനെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രൻ. ഈ ചിത്രവും 1969 സേതുമാധവൻ സാറിന്റെ സംവിധാനത്തില് പുറത്തിറങ്ങിയ കൂട്ടുകുടുംബം എന്ന ചിത്രത്തില് വയലാർ ദേവരാജൻ ടീം അണിയിച്ചൊരുക്കിയ മനോഹരമായ ഈ ഗാനത്തിന് സ്വരം പകർന്നിരിക്കുന്നത് പി വസന്ത ആണ്. ഈ ഗാനം നമുക്ക് എല്ലാവർക്കും പാടാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ശ്രീമതി ബി വസന്തയുടെ സോളോ സോങ്സില് ഏറ്റവും നമ്പർ 1 ആയിട്ട് വരുന്ന പാട്ട് ഇതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതൊരു എവർഗ്രീൻ കോമ്പോസിഷനുമാണ്. അതായത് ധനികനായ ചന്ദ്രനും പിന്നെ
പുലയിയായ, അതായത് കാർമേഘത്തെ പുലയിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവരുടെ വിവാഹ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു പാട്ടാണ്. ഈ ഗാനശില്പികൾക്ക് നമുക്ക് പ്രണാമം അർപ്പിക്കാം. അതോടൊപ്പം ഈ പാട്ട് ഒന്ന് പാടി നോക്കാം. എല്ലാവർക്കും പാടാൻ പറ്റുന്നതും എല്ലാവരും പണ്ട് പാടിയിട്ടുള്ളതും ആയിട്ടുള്ള നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പാടിയ പാട്ടാണിത്. മേലേ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രനു കനകം മേഞ്ഞൊരു നാലുകെട്ട്. മേലേ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രനു കനകം മേഞ്ഞൊരു നാലുകെട്ട്. പുഞ്ചപ്പാടത്ത് പൊന്നും വരമ്പത്ത് പെണ്ണും ചെറുക്കനും കണ്ടു, ആദ്യമായി പെണ്ണും ചെറുക്കനും കണ്ടു. പെണ്ണിനു താമര പൂണാരം, പയ്യന് ചുണ്ടത്ത് പുന്നാരം. മേലേ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രനു കനകം മേഞ്ഞൊരു നാലുകെട്ട്. പെട്ടാക്കളം അവൻ വെട്ടിച്ചു, വെട്ടാക്കുളം അവൻ വെട്ടിച്ചു, കെട്ടാപൂരയവൻ കെട്ടിച്ചു. വിത്തു വിതച്ചാൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കലപ്പ കൊണ്ടുഴുതിയിട്ടു. മേലേ മാനത്തെ നീലിപ്പുലയിക്കു മഴ പെയ്ത ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രനു കനകം മേഞ്ഞൊരു നാലുകെട്ട്. പൊക്കിൾ പൂവരെ ഞാന്നു കിടക്കുന്ന പുത്തൻ ഭവന്മാല തീർത്തു, പെണ്ണിന് പുത്തൻ ഭവന്മാല തീർത്തു. പൊക്കിൾ പൂവരെ ഞാന്നു കിടക്കുന്ന പുത്തൻ ഭവന്മാല തീർത്തു, പെണ്ണിന് പുത്തൻ ഭവന്മാല തീർത്തു. അത്തം പത്തിന് പൊന്നോണം, അന്നു വെളുപ്പിനു കല്യാണം. മേലേ മാനത്തെ നീലിപ്പുലയിക്കു മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രനു കനകം മേഞ്ഞൊരു നാലുകെട്ട്. താങ്ക് യു സർ. ആഹാ, വളരെ മനോഹരമായി പാടിയിട്ടുണ്ടല്ലോ. ഈ സബു സാറേ, ഇപ്പൊ ഈ പറഞ്ഞ ഈ ബി വസന്ത എന്ന് പറഞ്ഞ ഗായിക എല്ലാ പണ്ടത്തെ പാട്ടുകളില് ഒക്കെ നല്ല ബി വസന്ത നല്ല ഹമ്മിങ്ങുകളായിരുന്നു കൂടുതൽ. ഹമ്മിങ്. നല്ല പറഞ്ഞത് ശരിയാണ്. സോളോ പാട്ട് വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ. പക്ഷെ എത്ര നല്ല വോയിസ് ഉള്ള ഒരാളും വളരെ എന്താണ് മനോഹരമായിട്ട് പാടി. ഈ പാട്ടിൽ തന്നെ സാർ നോക്കിയാല് ഇതൊരു പ്രത്യേക പാട്ടാണല്ലോ ശരിക്കും. ഇതിനകത്തും ഒരു പ്രണയം ഒക്കെ ആണല്ലോ. പ്രണയം, കല്യാണം കഴിച്ചു അവസാനം അല്ലേ ഷീല ടീച്ചറെ? കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു. അപ്പോൾ ആ വരികൾക്ക് ചേർന്ന, ആ സന്ദർഭത്തിന് ചേർന്ന എന്താണ് സത്യനും ഷീലയും. സത്യനും സത്യനും ഷീലയും. ശീലയാണ്. യെസ്. അപ്പൊ അതിന്റെ ട്യൂണിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട്. ഇതിന്റെ മ്യൂസിക് ആരായിരുന്നു പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഉഷ ടീച്ചർ പറഞ്ഞപ്പോൾ മ്യൂസിക് കമ്പോസ് ചെയ്തത് ദേവരാജൻ സാറാണ് മ്യൂസിക്. ദേവരാ ഭാഷ. വയലാർ അപ്പോൾ സാർ അത് തന്നെ. എഴുതിയതാണ്. തീർച്ചയായിട്ടും ഒരു നല്ല ടീമാണല്ലോ വയലാർ ദേവരാജൻ ടീം. നമുക്ക് എല്ലാ കാലത്തെയും അവർക്ക് പകരം വെക്കാനില്ലാത്ത ഒരു ടീമാണത്. അതെ 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 അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും സിനിമയുടെയൊക്കെ ആ കഥയ്ക്ക് അനുസരിച്ചിട്ട് സിനിമയുടെ ഈ പറഞ്ഞ പോലെ അതിനും പറ്റിയൊരു പാട്ട് തന്നെയാണ്. ഈ പാട്ടിൽ കൂടെ
എന്താണ് വളരെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പാട്ടിന്റെ ട്യൂണിലും വരികളിലാണെങ്കിൽ അതിനേക്കാളും വലിയ ഒരു പ്രമേയം കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ബി വസന്ത പാടിയ പാട്ടുകളിലൊക്കെ എന്താണ് പ്രത്യേക ഒരു വോയിസ് വേണം. ഈ സാധാരണ ഫീമെയിൽ വോയിസിനൊക്കെ കുറച്ചുകൂടെ എന്താണ് ഒരു ഹൈ ഫ്രീക്വൻസി കൂടുതലാണ്, ഹൈ ഫ്രീക്വൻസി. പക്ഷേ പുള്ളിക്കാരത്തി ഒരു മിഡ് റേഞ്ചിലാണ് പാടുന്നതൊക്കെ. എല്ലാം അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ പാടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. എനിക്ക് ഇതിൻ്റെ ട്യൂൺ അത്ര അറിഞ്ഞുകൂടാ. സബു സാറിലേക്ക് മാറുന്നു. വേറെ ആരെങ്കിലും സാർ ഇൻവൈറ്റ് ചെയ്താട്ടെ, ആർക്കും പാടാമല്ലോ. യെസ്, ട്യൂണുള്ള ഒരു പാടും. മേലേ മാനത്തെ നീലിപ്പൂലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മെഞ്ഞൂറും നാളുകെട്ട്. ഓക്കെ, പാടും. അടുത്ത ആരാണ്? മേലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. മേലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രൻ കനകം മേഞ്ഞൊരു നാലുകെട്ട്. പുഞ്ചപ്പാടത്ത് പൊന്നും വരമ്പത്ത് പെണ്ണും ചെറുക്കനും കണ്ടു, ആദ്യമായി പെണ്ണും ചെറുക്കനും കണ്ടു. പെണ്ണിന് താമര പൂണാരം, പയ്യന് ചുണ്ടത്ത് പുന്നാരം. മേലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രൻ കനകം മേഞ്ഞൊരു നാലുകെട്ട്. വെട്ടാക്കുളം അവൻ വെട്ടിച്ചു, കെട്ടാപ്പൂരയവൻ കെട്ടിച്ചു. വിത്തു വിതച്ചാൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കലപ്പ കൊണ്ടുഴുതിട്ടു. മേലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. പൊക്കിൽ പൂവരെ ഞാന്നു കിടക്കുന്ന പുത്തൻ ഭാവൻ മാല തീർത്തു, പെണ്ണിന് പുത്തൻ ഭാവൻ മാല തീർത്തു. അത്തമ്പത്തിന് പൊന്നോണം, അന്നു വെളുപ്പിനു കല്യാണം. മേലേ മാനത്തെ നീലിപ്പുലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. താങ്ക് യു സാർ. യെസ്, വെരി ഗുഡ്. പഴയ ഓർമ്മകളെല്ലാം പുറത്തു വന്നല്ലേ, പഴയ പാട്ടല്ല. ഓക്കെ, ഇനി ആരാണ് ഒന്ന് ട്രൈ ചെയ്യാൻ? ഷാബു സർ. എല്ലാവരും പാടട്ടെ. നല്ല പാട്ടാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഒരുപാട് പാടിയിട്ടുണ്ട്. മഴയൊക്കെ വരുമ്പോ ഈ പാട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇത് ദേവരാജ മാഷ് ഒരു ടച്ച് എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കണം അല്ലെ? ഒരു ആ കഥാപാത്രത്തിനനുസരിച്ച് ആ ട്യൂണിൽ നേരത്തെ മനോജ് സാറ് പറഞ്ഞ വരി ആ ഒരു പുലയി പാടുമ്പോൾ എങ്ങനെയാണ് അവരുടെ ആ ഈണത്തിലും ഭാവത്തിലും മൃഗയും ആ ചില അകാരങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ ആ ഈണങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ അതേപടി അതില് പകർത്തിയിട്ടുണ്ട്. അതാണ് ദേവരാജ മാസ്റ്റർ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞത്. അപ്പൊ പാട്ടറിഞ്ഞ് നമ്മൾ സംഗീതം ചെയ്യാന്ന് പറയില്ല. അപ്പൊ നീലപ്പുലയി എങ്ങനെ പാടുമ്പോൾ അവളുടെ ഈണം എങ്ങനെയായിരിക്കും, സാധാരണ ഈണങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈണമായിരിക്കുമല്ലോ, അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം കേരളത്തിലായി ജനിച്ചത്. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നു ദേവരാജൻ മാസ്റ്റർ ജനിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഗാനം, നാലുപേരും ഒന്ന് ശ്രമിച്ചു നോക്കാം. പല്ലവി. മേലേ മാനത്ത് നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്,
അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം നെയ്ഞ്ഞൊരു നാലുകെട്ട് പാടത്ത് പൊന്നും വരമ്പത്ത് പെണ്ണും ചെറുക്കനും കണ്ടു. ആദ്യമായി പെണ്ണും ചെറുക്കനും കണ്ടു. പെണ്ണീന് താമര പുന്നാരം പയ്യന് ചുണ്ടത്ത് പുന്നാരം. മേലേ മാനത്ത് നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്. അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം തേഞ്ഞൊരു നാലുകെട്ട്. താങ്ക് യു. ഓക്കെ, ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പറയില്ലേ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഓക്കെ, യെസ്, വേണുഗോപാൽ സാർ. മാനത്തെ നീലിപ്പൂലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്. അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രനു കനകം മേഞ്ഞൊരു നാലുകെട്ട്. മേലേ മാനത്തെ നീലിപ്പൂലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്. അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രനു കരകം മേഞ്ഞൊരു നാലുകെട്ട്. കുഞ്ചപ്പാടത്ത് പൊന്നും വരമ്പത്ത് പെണ്ണും ചെറുക്കനും കണ്ടു. ആദ്യമായി പെണ്ണും ചെറുക്കനും കണ്ടു. പെണ്ണിനു താമര പൂനാരം പയ്യനു ചുണ്ടത്ത് പുന്നാരം. മേലേ മാനത്തെ നീലിപ്പൂലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്. അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. വെട്ടാക്കളമവൻ വെട്ടിച്ചു, കെട്ടാപ്പുരയവൻ കെട്ടിച്ചു. വിത്തു വീതച്ചാൽ മുളക്കാത്ത പാടം വെള്ളിക്കലപ്പ കൊണ്ടെഴുതിയിട്ടു. മേലേ മാനത്തെ നീലിപ്പൂലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്. അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട്. താങ്ക് യു. ടീച്ചർ, അതുപോലെ ഒരു കാര്യം, ഇതിന്റെ അനുപല്ലവിയും ചരണത്തിനും ട്യൂണ് വ്യത്യാസമുണ്ടല്ലോ അല്ലേ? വെട്ടാക്കുളമാൻ വെട്ടിച്ചു എന്നുള്ള വേറെ ട്യൂണല്ല, ആദ്യത്തെ പല്ലവി പോലെ അല്ല അല്ലേ? വ്യത്യാസമില്ലേ? ചില മേഡം മ്യൂട്ടാണ്. വ്യത്യാസമാ സാറേ, അത് വേറൊരു ആ, ട്യൂൺ. അത് നമുക്ക് അതെ അതെ ബാക്ക്ഗ്രൗണ്ട് അതെ. അപ്പം ഇല്ലെങ്കിൽ കിട്ടത്തില്ല. യെസ് യെസ് യെസ്. അപ്പോൾ അതാണ് ദേവരായ മാഷിന്റെ കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ഇതിന് 3 സ്റ്റാൻസ ഉണ്ടല്ലോ. അടുത്ത മൂന്നാമത്തെ സ്റ്റാൻസയും ഫസ്റ്റ് സ്റ്റാൻസയും ഒരേ ട്യൂണാണ് അല്ലേ? അതെ, പൊക്കിൽ അതെ, എനിക്ക് എല്ലാം ഡിഫറെന്റ് ആയിട്ടാ തോന്നിയിട്ടുള്ളത് സാറേ. അതാ എല്ലാം ട്യൂൺ അതിൽ പോലും വ്യത്യാസമുണ്ട് കറക്റ്റ്. അപ്പോൾ ഉണ്ട്. ഇതായിരുന്നു ഷാബു സാറ് പറഞ്ഞ മാതിരി ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് ട്യൂണിൽ പോലും മാറ്റങ്ങൾ, വരികൾ കാണുമ്പോഴേ അദ്ദേഹം ആ കഥാസന്ദർഭത്തിനും ഈ പറയുന്ന ഇതൊരു വല്ലാത്ത പ്രണയമായിരുന്നല്ലോ. അപ്പോൾ അതെ അതെ അങ്ങനെ ആ പ്രണയത്തിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചോണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ സെക്കൻഡ്. ഷീല മാഡം ഒന്ന് ആ വ്യത്യാസം അറിയാൻ വേണ്ടിയാണ്. അതൊന്ന് പാടുവോ? ഈ രണ്ടാമത്തെ ഏത്? വെട്ടാക്കുള്ള ആ, രണ്ടാമത്തെ ചരണമല്ല, ചരണം പാടി അനുപല്ലവി പാടി ചരണം പാടിക്ക് വ്യത്യാസമുള്ള ട്യൂൺ എങ്ങനായിരുന്നു? വെട്ടാക്കുളമവൻ വെട്ടിച്ചു, വെട്ടാക്കുളമവൻ വെട്ടിച്ചു, കെട്ടാപ്പുരയവൻ കെട്ടിച്ചു. വിത്തു വിതച്ചാൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കലപ്പ കൊണ്ടുഴുതിയിട്ടു. മേലേ അങ്ങനെയാ. ഇനി പല്ലവി, മറ്റേ അനുപല്ലവി.
പുഞ്ചപ്പാടത്തു പൊന്നും വരമ്പത്ത് അല്ലേ? അപ്പൊ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് നോക്കി സാബു സാറേ. അതാണ് പുഞ്ചപ്പാടത്ത് പൊന്നും വരമ്പത്ത് പെണ്ണും ചെറുക്കനും കണ്ടു, ആദ്യമായി പെണ്ണും ചെറുക്കനും കണ്ടു. പെണ്ണിന് താമര പൂണാരം, പയ്യന് ചുണ്ടത്ത് പുന്നാരം. അതുപോലെ തന്നെ പൊക്കിൽ പൂവരനാന്നു കിടക്കുന്ന പുത്തൻ ഭവന്മാല തീർത്തു, പെണ്ണിന് പുത്തൻ ഭവന്മാല തീർത്തു. പത്തിനു പൊന്നോണം, അന്നു വെളുപ്പിനു കല്യാണം. ഓരോന്നും വേറെ വേറെ ട്യൂണാ സാറേ. അതെ, അതാണ് ദേവരാം മാഷ്. ഷാബു സാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ദേവരാം മാഷിന്റെ കല ഇത് പലരും നോട്ടീസ് ചെയ്യത്തില്ല. ഈ ചെറിയ ചെറിയ കഴിഞ്ഞാൽ ഇതൊരു വലിയ ചേഞ്ചാണ്. അടുത്ത വരി വന്നപ്പോഴത്തേക്ക് മാഷിന്റെ ഭാവന കൂടി. അങ്ങനെയാണ് വേറൊരു ട്യൂണിലെത്തിയതും. സെയിം രാഗത്തിൽ നിന്നൊക്കെ വേറൊരു ഭാവമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ബി വസന്തയെ കൊണ്ട് പഠിച്ചിന് വലിയ സംഗതികളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ അങ്ങനെയുള്ള ആ പാട്ടിൻ്റെയൊക്കെ ഗിമിക്സും ഒക്കെ അങ്ങനെ തന്നെയാണ് ഷാബു സാറെ ചെയ്തിരിക്കുന്നത് അല്ലേ? ആ വരികളിൽ കൂടെ പോകുമ്പോൾ വളരെ സാധാരണക്കാര് സാധാരണക്കാരല്ല, രവി എന്ന് പറയുമ്പോ ഒരു സാധാരണക്കാരൻ. അപ്പൊ അവർക്ക് അതെ പാടാൻ ഈണം ചില മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അതെ 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 വ്യൂവേഴ്സ് അതിനകത്ത് ഈ പുഞ്ചവരം പാടവും നിങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് സംഭവം നമ്മൾ ഈ വേറെ ആദ്യത്തെ പാട്ടിൻ്റെ നൊസ്റ്റാൾജിയ എന്നത് വേറൊരു സംഭവത്തിലേക്ക് ഇപ്പോൾ മാറി. സംഭവം പുഞ്ചവരപ്പാടമൊക്കെ വന്നു അല്ലേ? അതെ അതെ, അതും റൈറ്റ്, മനസ്സിന് ഭയങ്കര കുളിർമ തരുന്നതല്ലേ സാറേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ സാബു സാർ, ഓവർ ടു സാബു മനോജ് സാറേ, ഞാനൊന്ന് പറയട്ടെ. സാർ. പാടേണ്ടവർ പാടിയപ്പോ കണ്ടോ അതിന്റെ ഒരു ഭംഗി? മാഷത് പറഞ്ഞത് നന്നായി മനോജ് സാറേ. എന്തൊരു രസമാ അതിൻ്റെ ആ വ്യത്യാസങ്ങളും അതിൻ്റെ ആ ഒരു യെസ്, എന്താ പറയാ വല്ലാത്തൊരു ഫീൽ ഇല്ലേ? ഗുഡ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഈ ഈ പാട്ടുകൾക്കൊക്കെ എങ്ങനെയാണല്ലോ ജ്യോതികുമാർ സാറേ, ഭാവം വരുത്തുന്നത് അങ്ങനെയാണല്ലോ. ആ വരികൾ കാണുമ്പോൾ അറിയാണ്ട് തന്നെ ദേവരാം മാഷെ പോലുള്ള ആൾക്കാർക്ക് അതിന് കൃത്യമായി വേണ്ട. ഇതിനൊരു റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ സാർ, ഇതാണ് ഇതിന് വേണ്ടത്. ഇത് വേണ്ടത് അങ്ങനെ ചേർത്തിരിക്കുക. ഇതിനൊരു റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയണം. ഈ പാട്ടിനെയും വേറൊരു ട്യൂണ് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ദേവരാജ മാഷൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗീത സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവിനെ ഒന്നും കേൾപ്പിക്കില്ല. റെക്കോർഡിംഗ് വരുമ്പോ കേട്ടാൽ മതി എന്ന് പറയുന്ന 100% ഉറപ്പാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഇതൊക്കെ അങ്ങനെ ചിന്തിക്കാൻ വരെ പറ്റുമോ? എത്ര വലിയ നിർമ്മാതാവായാലും എത്ര വലിയ സംവിധായകനായാലും ആ ഇട്ട ട്യൂൺ കേൾക്കുന്നില്ല. അത് പാടുമ്പോ കേട്ടാ മതി എന്ന് പറയുന്നത്. അത് നീ പാടുമ്പോ അങ്ങ് കേട്ടാ മതി എന്ന് അദ്ദേഹത്തിന്റെ വർത്താനം വളരെ ലളിതമായിട്ട് പറയും. ഷാബു സാറേ, അതൊരു കാലം അല്ലേ? അതെ അതെ അതെ, നമുക്ക് ഇന്ന് ആലോചിക്കാൻ പറ്റുമോ അത്? അങ്ങനത്തെ ഒരു കാലമൊക്കെ അത്രയും സ്റ്റഫുള്ള ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഇന്ന്? എത്ര വലിയ കൊലക്കൊമ്പനായാലും ദേവരാജ മാഷയുടെ ഒരു അടുത്ത് നടക്കില്ല. എല്ലാവരും സാറേ പുതിയ പാട്ടുകൾ പറയും, പക്ഷേ ഈ ഇതിന്റെ കോമ്പറ്റീഷൻ എല്ലാം പാടുന്നത് ഈ പഴയ പാട്ടുകളാ, കൊച്ചുകുട്ടികൾ പാടുന്നത്. ഇത് ഏത് പടമായിരുന്നു ഉഷ ടീച്ചറെ പടത്തിൽ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു പടം. കൂട്ടുകുടുംബം എന്നുള്ള ചിത്രമാണ്. 1969 കെ സേതുമാധവൻ സാറിന്റെ സംവിധാനം. ഓ, അതാണ്. അടുത്ത പാട്ടും ഇങ്ങനെ തന്നെയാണ്. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി. അതായത് നമുക്ക് ഇപ്പോഴും കോരിച്ചൊരിയുന്ന മഴ, അത് എന്റെ പിന്നാലെ വരുന്ന കർക്കിടകം, അത് കഴിയുമ്പം അതിപ്പോ ജീവിതത്തോടും നമുക്ക് ജീവിതത്തിലെ അനുഭവങ്ങളോടും സാമ്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തില് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ എല്ലാം പോകും, കാറും മഴയെല്ലാം പോകും. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പൊന്നിൻ ചിങ്ങമാസത്തെ വരവേൽക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഫീലുള്ള ഒരു പാട്ടാണ് ഇതും. 1970 കെ സേതുമാധവൻ സാർ സംവിധാനം ചെയ്ത വാഴ്വേ മായം എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട വയലാർ ദേവരാജൻ ടീം അണിയിച്ചൊരുക്കിയ ഈ പാട്ട് പാടിയിരിക്കുന്നത് പി മാധുരി മാമാണ്. നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. ഇതും സത്യൻ മാഷിന്റെ തന്നെ പടമാണ് അല്ലേ? വാഴ്വ്യമായും ഭയങ്കര ഫേമസ് പടമായിരുന്നല്ലോ അല്ലേ വാഴ്വ്യമായും? അതെ 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 അതെ, ഇത് സത്യൻ മാഷിന്റെ ഏറ്റവും ബെസ്റ്റ് ഫിലിമായിട്ട് വരും ഇത്. പിന്നെ
അത് മാധുരിയുടെയും വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് ആണ് സാർ. ഇതില് ഷാബു സാർ പറയുമായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇല്ല മേഡം തന്നെ പറയാം, ഞാൻ നോക്കുന്നേ ഉള്ളൂ പാട്ട്. അല്ല, സാറാണല്ലോ പിന്നെ ആസ്ഥാന കാര്യങ്ങൾ പറയാൻ പറ്റിയ ആള്. ഇല്ല, ഇതൊക്കെ പോയി എപ്പോഴും നമ്മൾ ചിങ്ങത്തെ വരവേൽക്കുന്നത് ആവണിത്തുമ്പി, ഈ തുമ്പികൾ പാറി നടക്കുമ്പോഴാണ് ചിങ്ങത്തെ വരവേൽക്കുക എന്നുള്ള ഒരു ഓർമ്മകൾ. ഓണം വരുന്നു, പൂക്കളമിടുന്നു, അങ്ങനത്തെയൊക്കെ. അപ്പൊ പൊന്നോണത്തുമ്പികൾ പാറി പറക്കും. അപ്പൊ ആവണിത്തുമ്പിയെയും അവൾ പെറ്റ മക്കളെയും സ്വാഗതം ചെയ്യുന്ന, ഇതുപോലെ തന്നെ ഒരു വയലാറിന്റെ ഒരു മാസ്മരികമായിട്ടുള്ള തൂലികയിൽ പിറന്നിട്ടുള്ള വരികളാണുള്ളത്. തീർച്ചയായിട്ടും ഷാബു സാറിന് ഇതേക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും. ഇല്ല മേഡം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറേ, ഒരു ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണത്. KPSC ലളിതയും ബഹദൂറും. ബഹദൂർ ഏത് നേരവും കുടിച്ച് അവശനായിട്ടാ വീട്ടിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ താരാട്ട് പാട്ടി ഉറക്കുന്നതാണ് ഈ പാട്ട്. അത് കണ്ടിട്ടില്ല. അപ്പൊ അതില് സത്യനും ഷീലയും അങ്ങനെ മാറി നിന്ന് അവർ അടുത്ത വീട്ടിൽ നിന്ന് ഇത് കാണുന്നതായിട്ടാണ്. ഇത്രയും കുടിച്ച് ബഹളം വെച്ച് അവർക്ക് അടിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവര് കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ ഹസ്ബൻഡിനെ ഉറക്കുന്ന, ബഹദൂറിനെ ഉറക്കുന്ന ഒരു രംഗമാണിത്. ഓഹോ, മനോഹരം മനോഹരം. അത്ര മധുരമായിട്ടാണ് ഓർമ്മകളൊക്കെ പുറകിലേക്ക് പോകുന്നത്. അതെ സാറേ, കാരണം ഈ പഴയ സിനിമകളൊക്കെ ഞാൻ ഒരു 5-8 തവണ കണ്ടു കാണും സാറേ. കാരണം വീടിനടുത്തായിരുന്നു ഒരു തിയേറ്റർ, ആറ്റിങ്ങൽ ഗൗരി തിയേറ്റർ അടുത്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടുകാരുടെ തിയേറ്റർ പോലെയായിരുന്നു. ഇഷ്ടമുള്ളപ്പോ പോയി കാണാൻ, ഇഷ്ടമുള്ളപ്പോ ഇറങ്ങി വരാം, അങ്ങനെയായിരുന്നു. അപ്പം ഒരുപാട് പ്രാവശ്യം ഈ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, അപ്പൊ ഇങ്ങനെയുള്ള ഭാര്യമാരെയാണ് നമുക്ക് വേണ്ടതല്ലേ ഷാബു സാറേ? ആണല്ലോ സാറേ, അതുകൊണ്ടാണല്ലോ സാറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, അല്ല തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നമുക്കൊക്കെ എല്ലാവരും അനുഗ്രഹപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല സാറേ. തീർച്ചയായിട്ടും ഫാമിലി ഈസ് ദി കീ വേർഡ്. ഓക്കെ, അപ്പം ഷാബു സാർ ഈ പാട്ടൊന്ന് പാടാമോ? മേഡം പാടും. മേഡം പാടിയൊരു ഔട്ട്ലൈൻ താ ഞങ്ങൾക്കൊക്കെ. ഞങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് കിട്ടുന്നില്ല. മേഡം അത് പാടും. അല്ല, അത് വലിയൊരു ദർശനാണ് മേഡം പറഞ്ഞത് കേട്ടാ. വയലാർ ഇത്രയൊന്നും ദശ അല്ല, അതിപ്പോ എല്ലാവർക്കും റോൾ മോഡൽസും ആകാമേ. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിലുള്ള ചെറിയ ചെറിയ പയ്യന്മാരൊക്കെ ജീവിതത്തിലേക്ക് പിച്ച വെച്ച് നടക്കുന്ന പയ്യന്മാർക്കൊക്കെയും രണ്ടു കൂട്ടർക്കും മേഡം പറഞ്ഞേ നമ്മളൊക്കെ മുമ്പിൽ ഇരിക്കാനായിട്ട് കാരണം. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് വയലാർ പോലും ഉദ്ദേശിച്ചുണ്ടാവില്ല ഇത്തരത്തിലൊരു അടിപൊളി വഴിത്തിരിവ്. സാറെന്താ വിചാരിച്ച? അല്ല ഷാബു സാറേ, ഇതിന്റെ വേറൊരു സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഷാബു സാറേ, ഒരു പക്ഷേ വയലാറിന് മാത്രമേ ഈ ഭാവം അറിഞ്ഞുകൊണ്ട് ഇത്ര കാര്യമായിട്ട് ഇങ്ങനെ പാട്ട് എഴുതാനും പറ്റത്തുള്ളതായിരിക്കും. അങ്ങനെയും കൂടെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അല്ലെ, ചിലപ്പോ കവി പോലും ഉദ്ദേശിക്കാത്തത് നമ്മുടെ നിരൂപകര് പറയാറും നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും, അല്ലെ? കവി പോലും ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ നിരൂപകര് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഷീല മാം പറഞ്ഞപ്പോ ചിലപ്പോ അതായിരിക്കും ചിലപ്പോ പലരും പല രീതിയിലല്ലേ ഓരോ പാട്ടിനെ സ്പർശിക്കുന്നതും രീതിയിലല്ലേ. ഓരോർക്കും ഓരോ രീതിയിലാണ് അത് അവരെടുക്കുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പൊ പലവിധ ഈ പ്രോഗ്രാം കഴിഞ്ഞ് സാറ് ചെല്ലുമ്പോഴത്തേക്ക് സാറിന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെയൊക്കെ എങ്ങനെയാ നമ്മള് ഓർക്കേണ്ടതെന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും തൊഴുകയോടെ തന്നെ നമ്മൾ സ്വീകരിക്കുന്നു. അവരെ ഉള്ളിൽ തൊഴുന്നുണ്ടായിരിക്കും എപ്പോഴും നമ്മള്. തീർച്ചയായിട്ടും പുറമേ തൊഴുന്നില്ലെങ്കിലും ഉള്ളിൽ തൊഴുന്നുണ്ട്. അതേ പാടുള്ളൂ വേണ്ട സാറേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് നടക്കാത്ത സ്വപ്നം. അല്ലെ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനെ പറ്റേ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കൊടുക്കാറുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു
ചെറിയ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ കെട്ടിപ്പിടിച്ച് ആ കണ്ണുകളിൽ നോക്കി അവർക്കൊരു ഉമ്മ കൊടുക്കാനാണ് ഞാൻ പറയാറ്. എന്നിട്ട് ഞാൻ രാത്രി അവർക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ഞാൻ റാൻഡം ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ ഒരു മധുരകരമായിട്ടുള്ള അനുഭൂതികളും സംഭവങ്ങളും ഒക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലവരുടെയൊക്കെ ചോദ്യങ്ങൾ, നിനക്ക് എന്ത് പറ്റി, നാളെ തുണിക്കടയിൽ പോണോ, അല്ലെങ്കിൽ ആഭരണം വേണോ, എന്താ എന്റെ സോപ്പ് ഇടല് എന്നുള്ള രീതിയിലൊക്കെ പലവിധ കമന്റുകൾ നമുക്ക് കേൾക്കാം ഇതിലൂടെ. അപ്പൊ പറയാനുള്ളത്, നമ്മള് ഉള്ളിലുള്ള സ്നേഹം കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതും കൂടി ഇതിൽ ഈ ഗാനത്തിലൂടെ നമുക്കൊക്കെ ഒരു ഐ ഓപ്പണർ കൂടിയാണെന്നാണ് ഇപ്പൊ ഷീല മാം പറയുന്നത്. എന്നാക്കി. അതൊക്കെ ഓക്കെ, താങ്ക് യു. പറഞ്ഞോളും, പാടിക്കോളും മാഡം. കാറ്റും പോയി മഴക്കാറും പോയി, കർക്കിടകം പുറകെ പോയി, ആവണി തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. കാറ്റും പോയി മഴക്കാറും പോയി, കർക്കിടകം പുറകെ പോയി, ആവണി തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. തൃക്കാക്കര മണപ്പുറത്ത് തിത്തൈ എന്നൊരു പൊന്നോണം, പൊന്നോണമുറ്റത്ത് പൂക്കളം തീർക്കാൻ ഉണ്ണിക്കിടാവിനെ തന്നേ പോ, ഒരുണ്ണിക്കിടാവിനെ തന്നേ പോ. കാറ്റും പോയി മഴക്കാറും പോയി, കർക്കിടകം പുറകെ പോയി, ആവണി തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. പൊന്നമ്പല മതിലകത്ത് പുഷ്പം കൊണ്ടു തുലാഭാരം, പൊന്നമ്പല മതിലകത്ത് പുഷ്പം കൊണ്ടു തുലാഭാരം, കണ്ണനാമുണ്ണിക്ക് കർപ്പൂരമൊഴിയാൻ ഉണ്ണിക്കിടാവിനെ തന്നേ പോ, കണ്ണനാമുണ്ണിക്ക് കർപ്പൂരമൊഴിയാൻ ഉണ്ണിക്കിടാവിനെ തന്നേ പോ, ഒരുണ്ണിക്കിടാവിനെ തന്നേ പോ. കാറ്റും പോയി മഴക്കാറും പോയി, കർക്കിടകം പുറകെ പോയി, ആവണി തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. ഓക്കെ സർ. ഷമേം ഒന്ന് പാടി നോക്കുന്നത്. ആരാണ് പാടുന്ന? ഷാബു സാർ ഒരു ട്രൈ ചെയ്യും. ഷമേമില്ലേ, ഷമേം ഒന്ന് പാടി നോക്കൂ രണ്ടുപേരി. സാറ് പാടിയിട്ട് പാടാന്ന് വിചാരിച്ചു. സാറ് പേടിപ്പിക്കാതെ, സാറ് കളിച്ചിട്ട് നിങ്ങൾ പാടും. സ്നേഹലത മാമിനെ അറിയാം ഈ പാട്ട്, ഷാബു സാറ് പാടിയിട്ട് പാടും. അതെ, സാറ് പാടിയിട്ട് പാടുന്നതാണ് നമുക്കൊരു ഒരു ധൈര്യം. ഞാനും പാടി നോക്കിയിട്ടില്ല, പാട്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, പാടി നോക്കിയിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കാറ്റും പോ മഴക്കാറും പോ, കർക്കിടകം പോ, ആവണി തുമ്പി അവൾ പെറ്റ മക്കളും വാ വാ വാ. കാറ്റും പോ മഴക്കാറും പോ,
തൃക്കാക്കരേ മണപ്പുറത്ത് അങ്ങോട്ട് വരുന്നില്ല. മേഡം പാടിക്കോ. അനുപല്ലവി അവിടെ ട്യൂൺ അങ്ങോട്ട് ശരിയായിട്ട് വന്ന എന്നൊരു പൊന്നോണം പൊന്നോണമുറ്റത്ത് പൂക്കളം തീർക്കാൻ ഉണ്ണിക്കിടാവിനെ തന്നേ പോ ഒരുണ്ണിക്കിടാവിനെ തന്നേ പോ. അടുത്താരെങ്കിലും പാടുവോ? സാബു സാറ്, പിന്നെ ശ്രീലത മാം, ആരോ ഉള്ള? സ്നേഹലത മാം. ആരെങ്കിലും പാടും? കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. തൃക്കാക്കരേ മണപ്പുറത്ത് ചിത്തൈ എന്നൊരു പൊന്നോണം പൊന്നോണമുറ്റത്ത് പൂക്കളം തീർക്കാൻ ഉണ്ണിക്കിടാവിനെ തന്നേ പോ ഒരുണ്ണിക്കിടാവിനെ തന്നേ പോ. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. പൊന്നമ്പലം മതിലകത്ത് പുഷ്പം കൊണ്ടു തുലാഭാരം കണ്ണനാം ഉണ്ണിക്ക് കർപ്പൂരമൊഴിയാൻ ഉണ്ണിക്കിടാവിനെ തന്നേ പോ ഒരുണ്ണിക്കിടാവിനെ തന്നേ പോ. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. താങ്ക് യു സർ. അടുത്ത പാട്ടി പോരെ? ഞാനില്ലല്ലോ. ഓക്കെ, അനിൽകുമാർ സാർ ഉണ്ടോ? സാറുണ്ടോ? ഓക്കെ. കണ്ണീർ മഴയത്ത് നിന്ന് പാട്ടിട്ടാൽ കുറച്ചുകൂടി എല്ലാവർക്കും അറിയാമായിരിക്കും. കണ്ണീർ മഴയത്ത്. അതെ, മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം മതി സാറേ, അത് കുഴപ്പമില്ല. മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം ഇടാമോ സാറേ? പോരെ ടീച്ചറെ? അല്ല, അതിനേക്കാളും എല്ലാവർക്കും പരിചയമുള്ള പാട്ട് ഇതായിരിക്കും. കണ്ണീർ മഴയത്ത് ഞാനൊരു ജോക്കറിലെ പാട്ട് എല്ലാവർക്കും പാടാം. അതെ അതെ. കണ്ണീർ മഴയത്ത് ഞാനൊരു നുണയുടെ ചുട ചൂടി. ഇതൊരു ലോഹിതദാസ് എന്ന മാന്ത്രിക സംവിധായകന്റെ വർക്കാണിത്. ശരിക്കും ജോക്കർ എന്ന ഈ പടം സ്നേഹലിത മാം മ്യൂട്ടാക്കാമോ? ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ലോഹിതദാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒട്ടനേകം ചിത്രങ്ങളുടെ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ സംവിധാനത്തില് ദിലീപ് എന്ന അഭിനേതാവിന്റെ ഏറ്റവും കൂടുതൽ കഴിവുകൾ എടുത്തിട്ടുള്ള ഒരു ചിത്രമാണിത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നമുക്കറിയാം മോഹൻ സിതാര എത്രത്തോളം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ ഒരു ശീലുകള് അദ്ദേഹത്തിന്റെ മോഹൻ സിതാരയുടെ എന്ന് പറയുമ്പോൾ സാറിന്റെ പലപ്പോഴും പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നാടൻ ശീലുകളിൽ എല്ലാവർക്കും, കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ പാടി നടക്കാൻ പറ്റുന്ന വളരെ ലളിതമായ രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കും. അദ്ദേഹം ഒരു സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു പാട്ടാണിത്. നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. ടീച്ചർ മ്യൂട്ടാണോ? സെലക്ട് ആയി സാറേ? അല്ലല്ല, ഞാനുണ്ട്.
ഓക്കെ, ഞാനുണ്ട്. ഈ പാട്ടില് ഇത് ഈ പിന്നെ ഇത് കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി എന്ന് പറയുന്നത് ദിലീപിന്റെ ഏറ്റവും അഭിനയ ചിരിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളെ പിന്നെ ദുഃഖത്തിലേക്ക് അല്ലെങ്കിൽ സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട പാട്ടുമായിരുന്നു ഇത്. ഷാബു സാറിന് ഇതിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ സാറേ? ഓർക്കുന്നോ ഈ പാട്ടിനെ കുറിച്ച്? കേൾക്കാമോ എന്നെ? പാടിക്കോളൂ മാം, പാടിക്കോളൂ, വന്നോളൂ, അതിന്റെ കൂടെ പറഞ്ഞോളൂ. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി, നോവിൻ കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തെന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ, ലോകമേ നിൻ ചുടലിൽ ചിരി കാണാൻ കരൾ വീണ വീട്ടി പാട്ടു പാടാം, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, പകലിൻ പുഞ്ചിരി സൂര്യൻ, രാവിൻ പാൽച്ചിരി ചന്ദ്രൻ, ഓ പകലിൻ പുഞ്ചിരി സൂര്യൻ, രാവിൻ പാൽച്ചിരി ചന്ദ്രൻ, കേഴും മുകിലിൻ മഴവില്ലാനൊരു പുഞ്ചിരിയുണ്ടാക്കി, കേഴും മുകിലിൻ മഴവില്ലാനൊരു പുഞ്ചിരിയുണ്ടാക്കി, കഥനം കവിതകളാക്കി മോഹം നെടുവീർപ്പാക്കിയോ, നെടുവീർപ്പാക്കിയോ, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തെന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ, ലോകമേ നിൻ ചുടയിൽ ചിരി കാണാൻ കരൾ വീണ വീട്ടി പാട്ടു പാടാം, കണ്ണീർ മഴയത്ത് ഞാനൊരു കുഴിയുടെ കുട ചൂടി. അടുത്ത ആരാണ് ട്രൈ ചെയ്യുന്നത്? പാടും. ദീനാമ വന്നിട്ടുണ്ട്. രാജു സാർ പാടും. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ മുട ചൂടി, കടലിൽ മുങ്ങിത്തപ്പി കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തെന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ, ലോകമേ ചൊടിയിൽ ചിരി കാണാൻ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ പാടുന്നേ? അനിൽകുമാർ സാർ, ഷാബു സാർ, ആരെങ്കിലും? കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തെന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ, ലോകമേ നെഞ്ചൊടിയിൽ ചിരി കാണാൻ കരുണീന മീട്ടി പാട്ട് പാടാം, കണ്ണീർ മഴയത്ത് ഞാനൊരു ആർക്കെങ്കിലും? മനോജ് സാർ. യെസ്. ഇത് സാറേ, ഞാൻ ഈ സിനിമ ശരിക്കൊരു ബഫൂണാണല്ലോ ഈ പാട്ട് പാടുന്നത് അല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബഹദൂർ ാണ് ബഹദൂർ ഒരു പഴയ സർക്കസ് കലാകാരനായിട്ടും പിന്നാണ് ദിലീപ്. അപ്പോൾ ഇതിനകത്ത് ഒരു കഥയാണ്. ബഫൂണന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അവർ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും മറ്റുള്ളവരെ എൻ്റർടൈൻ ഒക്കെ ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിലുള്ള വേദനകളും അവരുടെ വിഷമങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പാട്ടുകൂടാണ്. ഒരു സർക്കസ് കൂടാരത്തിലെ
എന്താണ് ഒരു കലാകാരന്മാരാണ് അവരുവേ. അപ്പം അവരുടെ ആ വേദനകളൊക്കെ മറച്ചു വെച്ചുകൊണ്ടും ഈ കാണാൻ വന്നിരിക്കുന്ന എല്ലാവരെയും, സർക്കസ് കാണാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ചിരിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും പക്ഷെ അവരുടെ ഉള്ളിൽ ഉള്ള വിഷമങ്ങളും ഒക്കെ ആ സിനിമയിൽ തന്നെ ശരിക്കും ഇത് കാണിച്ചിട്ടുണ്ട്. സർക്കസ് കലാജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന പലതരത്തിലുള്ള മാനസിക ശാരീരിക വിഷമങ്ങളൊക്കെയും വളരെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ച ഒരു ഫിലിം കൂടിയായിരുന്നു. ശരിക്കും ദിലീപ്, ഇപ്പം ഷീലാമാവൻ പറഞ്ഞു, ദിലീപിൻ്റെ അക്കാലത്തെ സിനിമകളിൽ ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്ത ഒരു സിനിമ കൂടിയായിരുന്നു. ബഹദൂർ ഉണ്ടായിരുന്നു, മറ്റുള്ള കാസ്റ്റുകൾ ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും ഈ പാട്ട് പറഞ്ഞപ്പോൾ മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ, ലോകമേ നിൻ ചൊടിയിൽ ചിരി കാണാൻ, കരൾ വീണ മീട്ടി പാട്ടുപാടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര യൂസഫ് അലി സാറിൻ്റെ വരികളുടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം അതെല്ലാം ഒപ്പിയിരിക്കുന്നു, ശോകം. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ എന്താണ് നമ്മൾ സാബു സാറേ ഈ വരികളിലാണ്, പണ്ടത്തെ പാട്ടുകളുടെ വരികളിലായിരുന്നു പാട്ടിൻ്റെ എല്ലാം ഭംഗി. അപ്പോൾ അതൊരു പഴയകാല നമ്മുടെയൊക്കെ ഈ ജനറലിലുള്ള ആൾക്കാർക്ക് എപ്പോഴും എന്താണ് കൂടുതൽ നമ്മളെയൊക്കെ പിന്നോട്ട് വലിക്കുന്ന പാട്ടുകളും ഇതുപോലൊക്കെ ഉള്ള പാട്ടുകളൊക്കെ എഴുതുന്നവരായിരുന്നു നമ്മുടെയൊക്കെ പ്രിയ എഴുത്തുകാരും ഒക്കെ പാട്ട്. അപ്പോൾ അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ശരിക്കും ഒരു ശോകം ജീവിതത്തിലുണ്ടാവുന്ന ഈ പ്രത്യേകിച്ചും സർക്കസിലെ ബഫൂണന്മാരുടെയൊക്കെ ശരിക്കും ഒരു ലോകം തന്നെ, അവരുടെ ജീവിത കഥ തന്നെ ഈ പാട്ടിൽ പൊള്ളിച്ചിരിക്കുന്നതാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. അല്ലേ കൃത്യമായിട്ട് ശീല മാഡം? തീർച്ചയായിട്ടും സാറ്. അത് അദ്ദേഹം ബഹദൂറിന്റെ മരണസമയത്ത് അവര് ഒരു പ്രോഗ്രാം, അവരുടെ ഒരു സെഷൻ വരുവാണ്. അപ്പൊ അവർക്കത് നിർബന്ധമായിട്ടും അവതരിപ്പിക്കണം. ആളുകളെല്ലാം കയറിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർ ആ ഒരു ദുഃഖം മറച്ചു വെച്ച് അവർ ആ ഒരു സെഷൻ ചെയ്യുന്നത് ആ സമയത്ത്. അപ്പൊ അത് കാണികൾ, നമ്മൾ കാഴ്ചക്കാരെയും ഒരുപോലെ കണ്ണീരണിയിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വാക്കുകളും ഒരു കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണിത്. തീർച്ചയായിട്ടും. താങ്ക് യു. സാറിന്റെ എക്സ്പ്ലനേഷൻ വളരെ നന്നായിട്ടുണ്ട്. പലപ്പോഴൊക്കെ നമ്മുടെ ഓർമ്മയുണ്ട് സാറിന്റെ ആ പിന്നെ മെമ്മറി ഭയങ്കര, ഓരോ പാട്ടിനെ കുറിച്ചുള്ള. അല്ലാതെ അത് ശരിക്കും അതാണല്ലോ ഷീല മാഡം, നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഓർമ്മകളോ അല്ലെങ്കിൽ അതൊരു എന്താണ് ഇംപ്രിന്റഡ് ഇമേജസ് ഒക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മനസ്സിൽ വരും. സാബു സാറിന്റെ കോഗ്നിറ്റീവ് എന്താണ് ചിന്തകളൊക്കെ ഇങ്ങനെയാണ് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുകയും ആ കാലഘട്ടങ്ങളൊക്കെ പോവും. ഇതൊരു വലിയ മനസ്സിന്റെ ഒരു കളിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതും, അല്ലേ? അത് പ്രത്യേകിച്ച് ഓഡിറ്ററി ഫംഗ്ഷനൊക്കെ ഉള്ളവർക്ക് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അവരെ കൊണ്ടൊന്ന് എത്തിക്കുന്നത് വേറൊരു സംഭവത്തിലായിരിക്കും. ഒരുപക്ഷെ ഒരു സീനറി കാണുമ്പോഴേ അപ്പൊ നമ്മുടെ ഈ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് NLPയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് എല്ലാം അങ്ങനെ വിഷണറിയും ഓഡിറ്ററിയും കിനസ്തെറ്റിക്സ് ഫീലിങ്സ് ഒക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മളെ വലിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ സബ്ജക്ട് മാറുന്നുണ്ടെങ്കിലും ഇതാണ് സത്യം, അല്ലേ? തെറാപ്പി എന്ന് പറയുന്നത് സാർ, ഇതാണ് തെറാപ്പി. നമ്മൾ പാട്ട് വെറുതെ പാടി പോവുകയല്ല ചെയ്യുന്നത്, നമ്മളിലുള്ള മെമ്മറിയെ റീകോൾ ചെയ്യുകയും നമ്മുടെ ഫീലിങ്സിനെ തീർച്ചയായിട്ടും അവയെ കുറിച്ച് എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ സാർ നല്ലൊരു മ്യൂസീഷ്യനാണ്, ഒരു നല്ല ക്വാളിറ്റിയാണത്. തീർച്ചയായിട്ടും അതേക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഓർമ്മകളും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പാട്ടുകളിലൂടെയാണ്. നമ്മൾ വെറുതെ 4 വരി വീതം പാടി പോവുകയല്ല ചെയ്യുന്നത്, നമ്മളുടെ ജീവിതത്തിലേക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും നമുക്ക് തിരിഞ്ഞു നോക്കാൻ കിട്ടുന്ന അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. അത് തീർച്ചയായിട്ടും സാറേ, സർക്കസ് നമ്മൾ ചെറുതിലെ കാണാൻ പോകുമ്പോൾ നമ്മൾ വളരെ അതിശയകരമായിട്ടാണ് അത് നോക്കിയിരുന്നത്. അതിന്റെ പിന്നിലുള്ള കഥ നമുക്കറിയില്ലായിരുന്നു. അതാ അവരുടെ ആ ചാട്ടവും ഊഞ്ഞാലാട്ടവും അവരിൽ നിന്ന് അടുത്തയിലേക്ക് ചാടുന്നതൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു അമാനുഷിക കഴിവ് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചോളൂ. പക്ഷെ ഈ ഫിലിം വന്നപ്പോഴേക്കും നമുക്കും തിരിച്ചറിവിന്റെ കാലമായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദിലീപിനൊപ്പം കരയുക തന്നെയായിരുന്നു കാണികളെല്ലാം. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു അത്. അപ്പം അവരുടെ ജീവിതം അത് സാറേ, രാജ് കപൂറിന്റെ ഒരു ഇതേപോലെ തന്നെയുള്ള ഒരു പാട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാട്ടിനിപ്പോ ഓർക്കുന്നില്ല. മേരാ നാം ചോക്കർ.
അത് തന്നെ അതുണ്ട് സാറ്. സാറ് മേരാ കഴിഞ്ഞ പത്തായം പാട്ടിൽ അല്ലേ? പറഞ്ഞു, അതെ അതെ കഴിഞ്ഞ എപ്പിസോഡിൽ സാറത് പറഞ്ഞു. അതെ അല്ലേ. ആ എനിക്കിത് ആലോചിക്കുമ്പോൾ വരുന്നത് ചാർലി ചാപ്ലിന്റെ കാര്യം ഓർമ്മ വരിക. ചാർലി ചാപ്ലിൻ പറഞ്ഞു, എനിക്ക് ശരി. മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം കരയുമ്പോ ആരും അറിയില്ലല്ലോ. ആരും അറിയില്ലല്ലേ. ശരിയാ ശരിയാ. അത് കേട്ടിട്ടുണ്ട്. അതുപോലെ അപ്പൊ ഇത് ഇവർ ഓർക്കുമ്പോ ഹാസ്യ നടൻ വിശേഷിപ്പിച്ചത് ബഹദൂറിന് എത്ര അതെ. വേഷം ഏറ്റവും അവസാനത്തെ പടമായിരുന്നു. ബഹദൂറിന്റെ ഏറ്റവും അവസാനത്തെ അതെ അതെ സിനിമ. നമ്മൾ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന ശോകം എത്ര ഭീമായിട്ട് ഇണങ്ങും എന്നുള്ളതാണ് ആ സിനിമയായിരുന്നു അവസാനവും. അതിൽ അദ്ദേഹത്തിന്റെ റോളും അവസാനം അദ്ദേഹം മരിക്കുന്നതായിട്ടുള്ള ആ ഒരു സീനായിരുന്നു. മേരാനാം ജോക്കറിലും ഇതേപോലെ രാജ് കപൂറിൽ, എന്താ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അയാളും ഇതേപോലെ ഓഡിയൻസിനെ ഇത്ര കണ്ടിട്ടില്ലേ, സിനിമ കണ്ടിട്ടില്ലേ മേരാനാം ജോക്കർ? രാജ് കപൂർ രാജ് കപൂറാ. രാജ് കപൂർ അല്ലേ? പറഞ്ഞ correct. അതിലുണ്ട് നല്ലൊരു പാട്ട്. കുറച്ച് മനോഹരമായിട്ട് പാട്ടുണ്ടായില്ലേ. എല്ലാ പാട്ടുകളും അടിപൊളിയാ. അതെ മെരാന ജോക്കറിലത്തെ എല്ലാ പാട്ടുകളും അടിപൊളി പാട്ടുകളാ. അതെ അതെ. പാട്ടുകൾ. അത് പാടാൻ നമുക്ക് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഹിന്ദി പാട്ടുകളും കൂടെ എടുക്കാമായിരുന്നു, അല്ലേ സാറേ? തീർച്ചയായിട്ടും ഹിന്ദി പാട്ടിന്റെ ഒരു എപ്പിസോഡിൽ കൊണ്ടുവരാൻ നമുക്ക് തീർച്ചയായിട്ടും. കാരണം എന്തോരം ഹിന്ദി എത്ര ജംസുകളുണ്ട്. നമുക്ക് ഉള്ള ഹിന്ദി വെച്ച് പാടാം സാറേ. അത് നമുക്ക് ഓരോരുത്തരുടെയും ഇത് ദിവസം വരില്ല. ഇപ്പൊ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടാം, കിഷോർ കുമാറിന്റെ പാട്ടുകൾ, ലതാ മങ്കേഷ്കറുടെ പാട്ടുകളായിട്ട് പാടാം. അവരുടെ അതായത് ജന്മദിനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പഴയകാല ജമ്മുകളെല്ലാം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എങ്കിലും ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ ശീല മാഡം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഒരു പാട്ടെങ്കിലും അല്ലേ സാറേ, അവരുടെ ജന്മദിനത്തിന് ഒരു പാട്ടെങ്കിലും നമുക്ക് പാടിപ്പോകാം. ഒരുപാടല്ല, എല്ലാ പാട്ടും അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തല്ലോ. അതിൽ പറഞ്ഞ ഒരു പുണ്യം കിട്ടാനില്ല ഷീൽ ടീച്ചറെ. അതെ അതെ അതെ. ഓരോന്നും ഓരോ മുത്തുകളാണ് അവരുടെ പാട്ടുകൾ. സർക്കസിനെ പ്രമേയമാക്കി എം ഡി എഴുതിയുടെ ഒരു കഥ സിനിമയായി. അത് വളർത്തുമുഖങ്ങൾ. അത് വളരെയധികം ഇതിന് മുമ്പ് വന്നു വളർത്തുമുഖങ്ങൾ. അതിനകത്ത് ഇതുപോലെ തന്നെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള സിനിമയാണ്. എം ടി വാസുദേവൻ നായർ എഴുതി സംവിധാനം ചെയ്തായിരുന്നു വളർത്തുമുഖങ്ങൾ. അതിനകത്ത് ഇതുപോലെ ഈ സർക്കസ് താരങ്ങളൊക്കെയും വളർത്തുന്ന മൃഗങ്ങളെ പോലെ തന്നെ വളർത്തപ്പെടുന്നതായിട്ടുള്ള മൃഗങ്ങളെ പോലെയാണ് മാധവിയാണ്. ശരിയാണ്. ഇത് ആരെ പാടുന്ന? ഇനി പാടിയിട്ട് നമുക്ക് അടുത്ത ലാസ്റ്റ് പാട്ട് നിർത്താം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ലാസ്റ്റ് നോക്കാം. പുതുമഴയായി വന്നു നീ. അതല്ല സാറേ, പ്രണയമണി തൂവൽ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. ഓക്കെ. എല്ലാവരും ഈ പാട്ട് അടുത്ത ദിവസത്തെ മഴ പെയ്യുമ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് മഴയെ നോക്കി പാടേണ്ടതുണ്ട്. പാടിക്കോളൂ. അല്ല, പാട്ട് വന്നില്ലല്ലോ. പ്രണയമണി തൂവല്ലേ പറയണത് ടീച്ചറെ? അതെ അതെ. പ്രണയം, അത് അതിന്റെ കൂടെ ഒരു ഹമ്മിങ് ഉള്ളതാ അല്ലേ? ആദ്യം ഹമ്മിങ് ഉണ്ട് സാറേ. അതന്നെ കറക്റ്റാ, ശരിയാ. പഠിക്കൂ. ലാസ്റ്റ് പാട്ട് കാണും കേട്ടോ. ഓക്കെ, ഉഷേ പറഞ്ഞോ. എനിക്കൊരു കോള് വന്നപ്പോ പോയി. ഞാനോർത്ത് ടീച്ചർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിച്ചു. പ്രണയമണി തൂവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എക്കാലത്തും മലയാളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായകനാണ് കമൽ സാറ്. കമൽ സാറിന്റെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് അഴകിയ രാവണൻ. മമ്മൂട്ടി, അതുപോലെ ഭാനുപ്രിയ ഒക്കെ, ആരാണ്, ബിജു മേനോൻ, ഇവരൊക്കെ നന്നായി അഭിനയിച്ച ഒരു ചിത്രമാണ്. നമ്മളെല്ലാവരും പാടി നടക്കുന്ന ഒരു പാട്ടുംകടയാണിത്. പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ. ഇതും മഴയെക്കുറിച്ചുള്ളതാണ്. മഴ നമ്മളുടെ ഇപ്പം മഴയൊരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തെങ്കിൽ കൂടി നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറ്റി ഈ ഒരു എപ്പിസോഡില്. തീർച്ചയായിട്ടും ഇതിനകത്ത് സംബന്ധിച്ച് എല്ലാവർക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.
1996 കമൽ സാറിന്റെ ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. നമുക്കറിയാം എല്ലാ എക്കാലത്തും കൈതപ്രം സാറിന്റെ വരികള് മലയാളികൾ എപ്പോഴും നെഞ്ചേറ്റുന്നതാണ്. വിദ്യാസാഗർ സാറാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. സുജാതയാണ് പാടിയിരിക്കുന്നത്. സുജാത മാമിന്റെ മധുരമായിട്ടുള്ള സ്വരത്തില് നമുക്ക് ഈ ഒരു പാട്ട് റിപ്പീറ്റ് ചെയ്യാം. ടീച്ചർ സ്റ്റാർട്ട് ചെയ്യോ? ഇത് പിന്നെ കമൽ സാറിന്റെ സിനിമയാണ്. പിന്നെ അഴകിയ രാവണൻ. അദ്ദേഹത്തിന്റെ ഒത്തിരി സിനിമകളുണ്ട്. അതില് മാധവിക്കുട്ടിയെ ആസ്പദമാക്കിക്കൊണ്ട് ആമി എന്ന സിനിമ പിടിച്ചിട്ടുണ്ട്. പിന്നെ സെല്ലുലോയിഡ് സംസ്ഥാന അവാർഡ് നേടിയ ചിത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കമലിന്റെ സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേകത എപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതില് ആ മഴ പെയ്യുന്നതും ഭാനുപ്രിയയുടെ ആ അഭിനയത്തിൽ ആ ഓരോ തുള്ളി അവരുടെ ശരീരത്തിൽ വീഴുമ്പോൾ അത് തെറിച്ചു പോകുന്നതും ഒക്കെ ആ പാട്ടുമായിട്ട് വളരെ യോജിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു നല്ല പാട്ടാണ്. ഇത് പാടാൻ ഞാൻ ശ്രമിക്കാം. ഇത് പുതിയ പാട്ടാണ്. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വന്നമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗമാ മഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വന്നമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗമാ മഴ. അരികിൽ വരുമ്പോൾ പനിനീർമഴ, അകലത്തു നിന്നാൽ കണ്ണീർമഴ, മിണ്ടുന്നതെല്ലാം തെളിനീർമഴ, പ്രിയ ചുംബനങ്ങൾ എൻ പൂന്തേൻ മഴ, മെല്ലെ മാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലുള്ള നീർമഴ, മെല്ലെ മാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലിള നീർമഴ, പുതുമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വന്നമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗമാ മഴ. വിരഹങ്ങളേകി ചെന്നീ മഴ, അഭിലാഷമാകെ മായാമഴ, വിരഹങ്ങളേകി ചെന്തി മഴ, അഭിലാഷമാകെ മായാമഴ, സാന്ത്വനം തേടും സാന്ത്വനം തേടും കനം മൗനങ്ങൾ പൊഴിയും മഴ, പുതുമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗമാ മഴ. അതെ. ഈ പാട്ടിനെ കുറിച്ച് ഷാബു സാറെ പറയുമ്പോഴേ ഈ വിദ്യാസാഗർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഒരു നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറിൻ്റെയും ആ കോമ്പിനേഷനിൽ കൂടെ ആയിരുന്നു. മറ്റേ ലെഗസി കഴിഞ്ഞപ്പോൾ സംഗീതം നമുക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്തത് വിദ്യാസാഗർ എന്ന് പറഞ്ഞ എന്താണ് സംഗീത സംവിധായകനാണ്. അദ്ദേഹം ചെയ്ത ഒരൊറ്റ മലയാളത്തിൽ
ചെയ്ത ഒരൊറ്റ പാട്ട് പോലും മാറ്റി നിർത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത്ര മനോഹരം, അത്ര ഡെഡിക്കേറ്റഡ് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നോട്ടത്തിൽ, ഞാൻ അദ്ദേഹത്തിനെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിൾ. മലയാളത്തിനോടും മലയാളികളോടും ഒക്കെ അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹവും ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര പുള്ളിയുടെ സ്വന്തം ലാംഗ്വേജിൽ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം മലയാളം പാട്ടുകളായിരുന്നു. പ്രത്യേകിച്ച് ഈ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് ചേട്ടൻ എത്രയോ മനോഹരമായ പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്യുന്നതൊക്കെ കണ്ടിരിക്കാനും ചെറിയൊരു ഹാർമോണിയം ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഈ ഇലക്ട്രോണിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളും കൂടെയാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലുള്ള പ്രോഗ്രാമിങ് അദ്ദേഹം പലരോടും കൂടെയും ഈ മ്യൂസിക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ അതിലും മനോഹരമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയ എന്താണ് പാട്ടുകാരൊക്കെ പാട്ട് പഠിപ്പിക്കുന്നതൊക്കെ പോലും ഇവിടെ എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പാട്ട് പഠിപ്പിക്കുന്നത് വളരെ ആരെക്കൊണ്ടും പാടിപ്പിക്കുക അദ്ദേഹം. അതുപോലത്തെ രീതിയിലാണ് പറഞ്ഞു കൊടുക്കുക. അദ്ദേഹത്തിന് വേണ്ടത് പാടി ആ ഹാർമോണിയത്തിൽ, ആ കുഞ്ഞു ഹാർമോണിയത്തിൽ വായിച്ച് കേൾപ്പിക്കും, പാടിയും കേൾപ്പിക്കും. ഇതാണ് വിദ്യാസാഗർ. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഈ പാട്ടിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഉഷ ടീച്ചർ ഇതിൻ്റെ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞു പടത്തിൽ. ഇത് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയായിരുന്നല്ലോ, സിനിമയിലെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സിനിമയായിരുന്നല്ലോ. മമ്മൂട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് നേരത്തെ സർക്കസിലെ കാര്യങ്ങളായിരുന്നു നമ്മൾ നേരത്തെ. അപ്പം ഞാൻ പറയും ഈ വിദ്യാസാഗർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറെ ശരിക്കും കിട്ടിയത് ഒരു വലിയ സൗഭാഗ്യമായി. ദേവരാജൻ മാഷും മറ്റേ ദക്ഷിണാമൂർത്തി സാബുകളും ഒക്കെ പോയിട്ട് പിന്നെ വന്നവരിൽ പിന്നെയാണ് എം ജയേന്ദ്രൻ പോലും ഒക്കെ വന്നത്. പിന്നെ അദ്ദേഹത്തിന് ഈ വിദ്യാസാഗർ ചെയ്ത പാട്ടുകൾ ഓരോന്നും എടുത്തു നോക്കിയോളൂ, ഒരൊറ്റ പാട്ട് പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. സുജാത, അതെ, ചിത്ര, അവരെ കൊണ്ടൊക്കെ എല്ലാവരെ കൊണ്ടും അദ്ദേഹം പാടിക്കാത്ത ഒരു സിംഗർ പോലും മലയാളത്തിലില്ല. ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറുമായിരുന്നു എൻ്റെ നോട്ടത്തിൽ ഏറ്റവും നല്ല. നമ്മളൊക്കെ ഇപ്പം പുതിയ സിനിമകളെക്കുറിച്ച് ആണെന്ന് ഷീലാമാൻ പറയും. അപ്പം അക്കൂട്ടത്തിൽ ഏറ്റവും എന്താണ് മഹത്തായ സംഭാവനകൾ ചെയ്ത ഒരു ടീമാണ് ഈ ഗിരീഷ് പുത്തഞ്ചേരിയും. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാസാഗറും. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫോഴ്സ്ഫുള്ളി ഞാൻ അതങ്ങനെ അദ്ദേഹത്തെ ഓർത്തുപോയതാണ് ഈ പാട്ട് കേട്ടപ്പോൾ. ഓവർ ടു ഷാബു സാർ. യെസ്, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് വിദ്യാസാഗറിനെ കുറിച്ചാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ എൻട്രി ആയിരുന്നു, മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിരുന്നു ഈ ഒരു സിനിമ. മമ്മൂട്ടിയാണ് തമിഴിൽ നിന്ന് അദ്ദേഹത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് കമലിനോട് പറയുന്നത് ഇങ്ങനെ ഒരു സംവിധായകനോട്. അദ്ദേഹം അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവും, സെപ്പച്ചൻ സാറിന്റെയും മറ്റുവരുടെയൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ മമ്മൂട്ടിയാണ് നിർദ്ദേശിക്കുന്നത് ഈ ഒരു സിനിമയിൽ നമുക്ക് വിദ്യാസാഗറിന്റെ മ്യൂസിക് ചെയ്യാമെന്ന്. 2 മനോഹരമായ പാട്ടുകൾ എന്നും മലയാളികളുടെ നാവിൽ എന്നും നമ്മൾ മൂളുന്ന 2 ഈണങ്ങളാണ് അദ്ദേഹം മനോഹരമായിട്ട് കൊടുത്തത്. കാവ്യ മാധവന ചെറിയ വഞ്ചിയിലൊക്കെ തുഴഞ്ഞു പോണ പാട്ടുകൾ, വെണ്ണില ചന്ദനക്കിണ്ണം, അതാണ് ഇതിലെ ചന്ദനക്കിണ്ണം ഉന്നമടക്കയറിൽ വീണേ രണ്ടിളം കയ്യാൽ മെല്ലെ കോരിയെടുക്കാൻ വാ, ഗന്ധകൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോവും നേരം രണ്ടം തൂവൽ കൊണ്ടൊരു കൂട്ടൊരുക്കാൻ വാ, കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ മാലകളൊളിച്ചു രസിക്കാം, നാട്ടിൻകാല സരങ്ങൾ ശ്രമിക്കാം, മഞ്ചാടിക്കുന്നിലേറാം വെണ്ണില ചന്ദനക്കിൻ. നല്ല പാട്ടാ സാറേ. മലയാളികളുടെ പ്രത്യേക ടേസ്റ്റ് ഗീതങ്ങൾ ഉണ്ടാക്കാൻ ആ ആദ്യ സിനിമയിൽ തന്നെ അദ്ദേഹം വളരെ പിടിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് സുജാതയുടെ ഒരു സെക്കൻഡ് എൻട്രി. ആദ്യം കുറച്ച് പാട്ടുകൾക്ക് ശേഷം പിന്നീട് സുജാത ഉണ്ടായിരുന്നില്ല. ഒരു സെക്കൻഡ് എൻട്രി ആയിരുന്നു സുജാത മോഹന്റെ ഈ ഒരു പാട്ട്. ഇതിലൂടെ അദ്ദേഹത്തിന് സുജാതയ്ക്ക് സംസ്ഥാന അവാർഡും കിട്ടി ഈ പാട്ടിലൂടെ. ആദ്യമായിട്ട് ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡും. പിന്നെ വിദ്യാസാഗറിന്റെ ഏറ്റവും മികച്ച ഗാനങ്ങൾ പാടാനുള്ള അവസരം കിട്ടിയത് സുജാതയ്ക്ക്. വിദ്യാസാഗറിന്റെ ഏറ്റവും ഒരു നല്ല, എല്ലാവരും കൊണ്ട് പാടിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി വിദ്യാസാഗറിന്റെ അതിനനുസൃതമായിട്ടുള്ള സുജാതയ്ക്ക് ഒരുപാട് പാട്ടുകൾ കിട്ടിയത്. അതുപോലെ തന്നെ വിദ്യാസാഗറിന് ജയേട്ടന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ജയേട്ടന് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ വിദ്യാസാഗർ കൊടുത്തിട്ടുണ്ട്. അവർ തമ്മിൽ ആ കെമിസ്ട്രി വളരെ നന്നായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഗിരീഷ് പുത്തഞ്ചേരി മരിച്ചപ്പോൾ ഏറ്റവും വിഷമമായത് ശരിക്കും വിദ്യാസാഗറിനായിരുന്നു. കാരണം ഒരു ഈണം കൊടുത്താൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ഗിരീഷ് പുത്തഞ്ചേരി തിരിച്ചൊരു മനോഹരമായിട്ടുള്ള വരികൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് അത് പറഞ്ഞ
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും എത്ര പാട്ടുകളൊക്കെ ഈ വിദ്യാസാഗറിന്റെ പാട്ടുകളിലത്തെ മെലഡിയുടെ രാജകുമാരൻ എന്ന് പറയാ വിദ്യാസാഗറിന്റെ മെലഡിയുടെ രാജകുമാരൻ. പിന്നെയും പിന്നെയും എന്താണ് അവന്റെ ആളുടെ ഇതൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സോങ് ഇങ്ങനെ തൊട്ട് തുടങ്ങുന്നത് എല്ലാ പാട്ടുകളല്ലേ. അതുപോലെ തന്നെ മഞ്ജു വാര്യർ അഭിനയിച്ച മറ്റേ മഞ്ജു വാര്യരുടെ സിനിമ പ്രണയവർണ്ണങ്ങൾ പറഞ്ഞത്തെ എല്ലാ പാട്ടുകളും വരമഞ്ഞളാടിയ തൊട്ടായിട്ട് എല്ലാ പാട്ടുകളും. അത് തന്നെ പിന്നെ നിരഞ്ജൻ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു പടം, ഒരു ഗോപിയും ജയറാമും മഞ്ജു വാര്യരൊക്കെ ആയിട്ട് ഒരു രാത്രി കൂടെ വിടവാങ്ങവേ ഒക്കെ ഒരു രാത്രി കൂടെ വിടവാങ്ങവേ അതൊരു ഭയങ്കര പാട്ടാ സാറേ. അങ്ങനെ എല്ലാ പാട്ടുകളും. അതെ, സമ്മറിൻ അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടും എടുത്തു. അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ. പക്ഷേ അതാ പറഞ്ഞ മെലഡിയുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കമൽ സാറിനെ പ്രത്യേകിച്ച് പറയണം. കമൽ സാറിന്റെ ചിത്രങ്ങളിലത്തെ പാട്ടുകളൊക്കെ ഹിറ്റാണ്. അതും നമ്മൾ പറഞ്ഞിരിക്കണം. എല്ലാ പടത്തിലെ കമൽ സാറിന്റെ ഏത് പാട്ടുകൾ എടുത്ത് നോക്കിക്കോട്ടോ, ആ പാട്ടുകളൊക്കെ ഹിറ്റാണ്. നല്ല പിന്നെ അതുപോലെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളൊക്കെ പോരാമോ ആ സിനിമ തൊട്ടെടുത്തോളൂ. മറ്റേ എല്ലാ പടത്തിലും പാട്ട് നമ്മൾ. അതുപോലെ തന്നെ എന്താണ് കുഞ്ചാക്ക ബോബന്റെ ഒരു സിനിമയുണ്ടല്ലോ, കുഞ്ചാക്ക ബോബനും നിറമാണോ സാറേ? നിറം. അതെ. അപ്പൊ എന്റെ ഇവിടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ പണ്ട് കാണാൻ പോയിട്ട് ഷൂട്ടിംഗ് കുഞ്ചാക്ക ബോബനൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ വിദ്യാസാഗറിനെ ഓർത്തപ്പോ വിദ്യാസാഗറിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അത്രയും എന്താ പറയാ, നമ്മുടെ മനസ്സിലൊക്കെ കുടിയേറിയ ഒരാളാണ് വിദ്യാസാഗർ എന്ന് പറഞ്ഞത്. പിന്നെ ഈ പാട്ട് എന്ന് പറയുന്നത് ഇത് ഫീമെയിൽ വോയിസ് പാടിയാലേ ശരിയാവുള്ളൂ. ഇത് ഞങ്ങൾ ആണുങ്ങൾ എന്തായാലും പാടുന്നില്ല എന്ന് വിചാരിച്ചു. അല്ലെ മനോജ് സാർ? അത് സാറേ സത്യം കേട്ടോ സാറേ, ഈ പാട്ട് കേട്ടോ സാറേ, ഈ പാട്ട് ലാസ്റ്റില് ഒരു 5:45 ആയപ്പോ ഞങ്ങൾ ആഡ് ചെയ്ത പാട്ടാ. ഞാനിത് ഒരു പ്രാവശ്യം പോലും പാടി നോക്കാൻ എനിക്ക് പറ്റിയില്ല. അതാണ് എനിക്ക് കിട്ടാതായിപ്പോയി അവസാനമായപ്പോഴേ. ശരിക്കും ഒരു പ്രാവശ്യം പോലും പാടിയില്ല, അതാ പറ്റിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാ. കൈ വെക്കുന്നില്ല, കാരണം കൈ വെച്ചാൽ അതിനോട് ഒരു ആത്മാർത്ഥം പുലർത്തണം. അത് നമ്മുടെ രാജു സാറ് നന്നായിട്ട് പാടും. ഇന്നെന്തോ മിണ്ടാതിരിക്കുന്നുണ്ട്. അല്ല, പാടാട്ടല്ല പറയുന്നത്, അവരുടെ വികാരമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു പാട്ടാണ് പ്രണയമണി തൂവൽ അല്ലേ. സാധാരണ ഒരു പാട്ടാണ്. ഈ പാട്ടിന്റെ സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് പിന്നെ സിനിമയും ഒന്നും വേണ്ട. അതെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഗീസ് തച്ചോളി ചേകവർ എന്നുള്ളൊരു സിനിമയില് മനോജ് സാറ് നമ്മുടെ ശരത് സാർ ഇടപെട്ട ഒരു പാട്ടുണ്ട്, വളരെ മനോഹരം. ചിത്ര പാടിയത്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. മാലേയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടില്ലേ, മാലേയം എന്ന് പറഞ്ഞൊരു പാട്ടില്ല. അപ്പൊ അത് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രയ്ക്കൊന്നും അറിയില്ല. ചിത്ര വിചാരിച്ചത് കൃഷ്ണഭക്തി ഗാനം വിചാരിച്ച ആ ഒരു ലെവലിലാണ് ഇത് പാടുന്നത്. പക്ഷെ ഈ പാട്ടിന്റെ സന്ദർഭവും പാട്ടിന്റെ എങ്ങനെയാണ് പാടുന്നത് കുറച്ച് എറോട്ടിക് ആയിട്ടുള്ള ഒരു പാട്ടാണ് അത്. അപ്പൊ അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കണ്ടേ, പാട്ടിലൂടെ ഇങ്ങനെ വരികളിലൂടെ ഇങ്ങനെ വരണ്ടേ. അത് സ്വാംശീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഫീമെയിലിന്റെ ഒരു പ്രത്യേക പാട്ടുകളാണെന്ന്. എന്തായാലും ഈ മനോഹരമായ പാട്ടുകളൊക്കെ കൊണ്ട് എന്തായാലും രണ്ടുപേരും എന്തായാലും പാടാം. ഇപ്പൊ മേഡം പറഞ്ഞിട്ട് പിന്നെ പാടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. തോറ്റ് പിന്മാറുന്നില്ല. പക്ഷെ എങ്കിലും അത് മുൻകൂർ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ പാടുന്നത്, കാരണം അതൊന്നും കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. അല്ല സാറേ, അത് പാടാതിരിക്കാൻ സാറിന് പറ്റില്ല, കാരണം ഇത് അത്ര മനോഹര ഗാനമാണ്. അതെ, തീർച്ചയായിട്ടും. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. അവളൊരു അടിയുണ്ട്, അത് വരുമ്പോഴേ അടുത്തതിലേക്ക് അങ്ങനെ എത്തുള്ളൂ നമ്മള്. ഇതേ മനോജ് സാറാണ് എന്റെ ആശാനോട് ഇരുന്ന് റിതം അവിടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം, എന്നാൽ ആ ദിക്കും എത്തുള്ളൂ, അല്ല അങ്ങോട്ട് വീഴുള്ളൂ അത്. എങ്കിലേ അടുത്ത വരി പൊങ്ങി വരത്തുള്ളൂ സാറേ.
അതെ അതെ അല്ല, ഷാബു സാറ് പറയും, ഞാൻ പ്രോഗ്രാമിന് സ്ഥിരമായി വായിക്കുന്ന സമയത്ത് ഇത് റിതം കമ്പോസറൊക്കെ വന്ന സമയമാണ്. അത് ഞാൻ ഈ പാട്ട് പല സ്റ്റേജുകളിലും പല ഗായകർക്കും പാടി സ്റ്റേജിൽ റിതം കമ്പോസർ കമ്പോസ് ചെയ്ത് പിന്നെ അതിൻ്റെ സീക്വൻസിങ് ഒക്കെ ഉണ്ട്. ആ കഥ ഇപ്പം പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പാട്ടിനെ ഒരുപാട് പ്രാവശ്യം സ്റ്റേജിൽ പ്ലേ ചെയ്യാനായിട്ട് ഡ്രമ്മും ഒക്കെ വെച്ചിട്ട് ഇലക്ട്രോണിക് ഡ്രമ്മും ഈ റിതം കമ്പോസറും ഒക്കെ വന്ന സമയത്ത് ഇറങ്ങിയൊരു പാട്ടാണ്. അതിലും ഈ നമ്മുടെ വിദ്യാസാഗർ എന്ന് പറയുന്ന അദ്ദേഹം അതിമനോഹരമായിട്ട് റിതം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഒരു പ്രത്യേക താളത്തിലാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം റിതം കമ്പോസ് ചെയ്യുന്നതിലും ഭയങ്കര ആണ്. അതുപോലെ എല്ലാം ഒരേപോലെ ഇപ്പം അത് വേറൊരു പാട്ട് എൻ്റെ ചെണ്ടയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെണ്ടയൊക്കെ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റുകളാണ്. അതൊക്കെ ആ വേണ്ട സ്ഥലത്ത് ചെറിയൊരു പീസാണെങ്കിൽ പോലും ആ ഒറിജിനൽ ഇൻസ്ട്രുമെന്റ് വായിപ്പിക്കുന്ന ഒരാളും കൂടാണ് ഇത്. ഇപ്പോഴാണ് ഒരുപാട് സാമ്പിൾ. ഇപ്പം ഞാനിരിക്കുന്ന ഇപ്പം എൻ്റെ ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ്. എനിക്ക് വേണമെങ്കിൽ ഏത് സൗണ്ട് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ ഈ സെറ്റപ്പിൽ നിന്ന്. ഓക്കെ, പക്ഷേ പുള്ളിയൊക്കെ അങ്ങനെയല്ല. പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഏത് ഒറിജിനൽ ഇൻസ്ട്രുമെന്റ് വേണോ അത് തന്നെ കൊണ്ട് വായിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ടറിൽ വരെ അത് റെക്കോർഡ് ചെയ്ത് മണിക്കൂറുകൾ എടുത്താണെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയാണ് ഈ പാട്ടിനൊക്കെ പുള്ളിയുടെ നമ്മുടെ ദിലീപ് തന്നെ അഭിനയിച്ച കള്ളനായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു ഷാബു സാറേ. ഏതാണ്? ചിങ്ങമാസം വന്ന അതിനകത്ത് വേറൊരു പാട്ടുണ്ടല്ലോ, സുജാതയും നമ്മുടെ പ്രതാപനും കൂടെ പാടുന്ന ഒരു പാട്ടുണ്ട് സാറേ. വിധു പ്രതാപ്. മനസ്സിലായി. കണ്ടില്ല. അതന്നെ അതെ, കരിനീർ പിഴിയെ കണ്ടില്ല. വിദ്യാസാഗറിന്റെ അത് തന്നെ. ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്നും കണ്ടേ ഒന്നില്ല, കാതിൽ വന്നില്ല, ലാപൂരം എന്നില്ല. ആ പാട്ട്. ആ പാട്ടിനകത്താണ് ഞാൻ ഈ പറയുന്ന ഒരു ചെണ്ട, ശരിക്കും ചെണ്ട തന്നെ വായിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബിറ്റേ ഉള്ളൂ. പക്ഷെ അതിന് നിർബന്ധമാണ് ആ ഒറിജിനൽ ചെണ്ടയൊക്കെ വായിക്കുകയും അതുപോലെ എല്ലാ നാച്ചുറൽ ഇൻസ്ട്രുമെന്റ്. പുള്ളി അസാധ്യമായിട്ട് കീബോർഡ് എന്ന് പറയുന്ന ഇപ്പൊ AR റഹ്മാൻ പോലും വായിച്ചു. ഇപ്പൊ ഷാബു സാറ് പറഞ്ഞു പക്ഷെ അദ്ദേഹം ചെയ്യുമ്പോൾ എല്ലാം ഈ നാച്ചുറൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്ന് പിന്നെയും പാട്ടിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇന്ന് സമയം എനിക്കതല്ല, സാബു സാർ ഹെഡ് മാസ്റ്റർ നമ്മുടെ സമയമൊക്കെ അതുപോലെ കഴിഞ്ഞെന്നാണ് തന്നെ തോന്നുന്നത്. വൈബ്രോഫോൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉപകരണം സാറേ. വൈബ്രോഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള അതായിരുന്നു അദ്ദേഹം മിടുക്കൻ. കാരണം ഒരുപാട് സ്റ്റേജ് ഷോയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള ഒരു സംഗീത സംവിധായകർക്കൊക്കെ ഈ വൈബ്രോഫോൺ വായിക്കാൻ അദ്ദേഹം പോയിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കാൻ അറിയാം, സ്ട്രിങ്സ് ഒക്കെ എല്ലാം വായിക്കാൻ അറിയാം. അതെ പുള്ളി കീബോർഡ് ഈ വൈബ്രോഫോൺ എന്ന് പറയുന്ന സാധനം തന്നെ സാറേ, പണ്ടത്തെ കാലത്തെ പാട്ടുകളിലൊക്കെ അന്ന് ഇലക്ട്രോണിക് കീബോർഡുകളൊന്നും വരാത്ത കാലത്ത് വൈബ്രോഫോൺ എന്ന് പറഞ്ഞാൽ പാട്ടുകളുടെ കൂട്ടത്തിലെല്ലാം അതിൻ്റെ കോഡ്സ് പ്ലേ ചെയ്യുന്നത് വൈബ്രോഫോണിൽ കൂടെ ആണ്. വൈബ്രോഫോൺ കണ്ട അതെല്ലാം കുറേ ബാർസ് ആണല്ലോ, വിവിധ പിച്ചുകളിലുള്ള കുറേ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറുകളുടെ ഒരു കോമ്പിനേഷനാണ്. അത് വായിക്കാനായിട്ട് മ്യൂസിക് അറിയാവുന്നവരുടെ ഉസ്താദക്കന്മാർക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ബേസ് കോഡെല്ലാം നന്നായിട്ട് അറിയാം. അതെ, അത് വായിക്കുന്നത് തന്നെ രണ്ട് ഇത് അതിനുണ്ട്, പിച്ച് വായിക്കുക. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന അതാണ്. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ പണ്ട് ഇപ്പൊ ഇളയരാജ അടക്കം ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകളിൽ ഗിറ്റാർ വായിച്ച ആളുകളാണ് അല്ലേ. അപ്പൊ അതൊക്കെയാണ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ. മലയാള സിനിമയിലെ പാട്ടുകളുടെ സുവർണകാലമൊക്കെ ഉണ്ടാക്കിയതും ഇവരെ പോലുള്ള മ്യൂസീഷ്യൻസ് ഒക്കെ വന്നതും. ഇപ്പോഴും ആരും മോശമാണെന്ന് നമുക്കൊന്നും പറയാം. ഇപ്പോഴും എത്രയോ നല്ല പാട്ടുകൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. നമ്മൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളെന്നേ ഉള്ളൂ സംഗീതത്തിലും വന്നത്. എങ്കിലും എന്തായാലും ഇന്നത്തെ ഈ എന്താണ് നമ്മുടെ ഷീല മാഡം, ഉഷ മാഡം കൂടെ ഇന്ന് പ്രത്യേകമായിട്ട് ഇവരുടെ ഒരു ചോയ്സിൽ കൂടെ പാട്ടുകൾക്കൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ചോയ്സിലുള്ള ഈ ഗാനങ്ങളെല്ലാം വളരെ മനോഹരമായിരുന്നു, പ്രത്യേകതയുള്ളായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു റിച്ചിൽ ഓർമ്മയിലോ വരുന്ന പാട്ടുകളായിരുന്നില്ല. നിങ്ങൾ രണ്ടും കൂടെ ഇന്ന് ഈ സെലക്ട് ചെയ്ത പാട്ടുകൾ ഏറ്റവും ഭംഗിയെന്ന് വേണം തന്നെ പറയാൻ. ഓവർ ടു ഷാബു സാർ. പാടിക്കോട്ടെ. ഹലോ, കേക്കുണ്ടോ?
യെസ് ബീന ബീന ഈ മേഡം പാടൂ. പാട്ടിന്റെ രണ്ടുപേരി പാടി പാടൂ തീർച്ചയായിട്ടും മാഡം, പാടണം. പാടും. പാടി നോക്കട്ടെ. പാടണം. അരികിൽ വരുമ്പോൾ പനിനീർ മഴ, അകലത്തു നിന്നാൽ കണ്ണീർ മഴ, മിണ്ടുന്നതെല്ലാം തെളിനീർ മഴ, പ്രിയ ചുംബനങ്ങൾ പൂന്തേൻ മഴ, മെല്ലെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളിലിളനീർ മഴ, മെല്ലെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളിലിളനീർ മഴ, പുതുമഴ, പ്രണയമണിത്തൂവൽ പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. താങ്ക് യു സർ. ഇത്രയും പാടുന്ന ആൾക്കാരുടെ ഇടയിലേ ഇത് പാടി തെറ്റിക്കാൻ ഒരു മടി, അതുകൊണ്ടാണ്. നന്നായിരുന്നു. താങ്ക് യു. ഹമ്മിങ് എടുക്കാൻ ധൈര്യമില്ല. എപ്പിസോഡിൽ എല്ലാവരും പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷാബു സാറ്, അതുപോലെ മനോജ് കുമാർ സാറ്, രാജു സാറ്, മാത്യു സാറ്, പിന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിരുന്നു. എല്ലാവർക്കും വളരെ റിച്ച് ആയിട്ടുണ്ടായിരുന്നു ഈ സെഷൻ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒന്നുകൂടി താങ്ക് യു ഓൾ ഓഫ് യു. ഓവർ ടു സാബു സാർ. ഇത്രയും പാട്ടിന്റെ പിന്നിൽ ഇത്രയും കഥകളുണ്ടെന്ന് ഈ പാട്ടിന്റെ എന്തെന്നാ ഗവേഷകർ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. പിന്നെ ഷാബു സാറ്, മനോജ് സാറ്, അതുപോലെ തന്നെ രാജു സാറ് എല്ലാവരും വളരെ നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടി ഈ പാട്ടെടുക്കുമ്പോൾ, ഇപ്പൊ ഷാബു സാറ് പറഞ്ഞ പോലെ ഈ പാട്ടെടുത്തപ്പോ ഓർത്തില്ല ഇതിന്റെ ഇത്രയും പറയാനായിട്ടുള്ള പിന്നെ ലെജൻഡുകൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. എന്തായാലും വളരെ സന്തോഷം. പിന്നെ വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് ഷാബു സാറ് ഒരു പരിപാടി അവതരിപ്പിക്കണേ സാറേ ഒരാഴ്ചയില്. തീർച്ചയായിട്ടും നമുക്കത് കേൾക്കണം. ഇത് നിങ്ങളുടെ മഴ എന്നുള്ള ഒരു സെഗ്മെന്റിനെ മുൻനിർത്തിയിട്ടുള്ള പാട്ടുകളാണ്. നിങ്ങളുടെ ടോപ്പ് 10 അല്ല കേട്ടോ. അതല്ല, അടുത്ത അല്ല, ഞങ്ങള് മഴയുടെ ഒരു സബ്ജക്ട് വൈസ് എടുത്തോന്നേ ഉള്ളൂ. മഴ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് പ്രോഗ്രാം ഞങ്ങൾ ഒരിക്കലും ഇനി ഇടയ്ക്ക് ഒരിക്കലും ഞങ്ങള് ഇഷ്ടഗാനങ്ങളുമായിട്ട് വരാം. തീർച്ചയായിട്ടും അതാണ് എനിക്ക് കൂടുതൽ കേൾക്കാനായിട്ട് ഒരു ആങ്സൈറ്റി. അതെ അതെ, തീർച്ചയായിട്ടും. ഇഷ്ടഗാനം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എടുക്ക് സാറേ. മലയാള സിനിമാ ഗാനം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എടുത്തോളാം. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചോളാം. അതിനൊന്നും പ്രശ്നമില്ല. ഉറങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയാ, നമുക്ക് മഴയൊക്കെ തുടങ്ങി നിർത്തിയേക്കാം? പ്ലാറ്റ്ഫോം അടച്ചിട്ട് വേണം സാറിന് കൊടുക്കാൻ ഉറങ്ങാൻ. തീർച്ചയായിട്ടും. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഭക്ഷണം കിട്ടി അടച്ചു പോകും, അതുകൊണ്ട് പെട്ടെന്ന് അറിയുമ്പോതാ. ഓ ആയിക്കോട്ടെ സാറേ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. താങ്ക് യു സർ. ഞങ്ങളുടെ കുടുംബ സംഗമമായിരുന്നല്ലോ. അതിനിടയ്ക്കാണ് ഞങ്ങൾ ഈ പാട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതല്ലേ ഞാൻ കട്ട് ഷോട്ട് ചെയ്തത്. ഞാനേ ഒരു ഞാൻ എന്റെ ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിവിടെ നിന്ന് ഈ ട്രാക്ക് ഇട്ട് പാടി സാറത് റെക്കോർഡ് ചെയ്യണ്ട കാര്യം. പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത ട്രാക്കൊക്കെ ഇട്ടാണ് ഞാൻ ചിലപ്പോൾ പാടാറുണ്ട്. പക്ഷെ അത് ഈ സൂമിൽ വരുമ്പോൾ ഈ ടൈം വേരിയേഷൻ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം.